Yes, good evening, everyone. Good evening. Today, let's start our session with the neuroplasticity exercise. യെസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്റ്റുഡൻസ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ബട്ട് ഓൾറെഡി സമയമായതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എവ്രി വൺ ഫോർ ദ നെക്സ്റ്റ് ഒരു 20 സെക്കൻഡ്സിൽ could you all please switch on your cameras? Let's do something interesting. Everyone, for next 20 seconds, I'm asking just for 20 seconds, could you all please switch on your cameras so I can show you something amazing, how we can change your brain patterns. Perfect, guys, perfect. Okay. And proper visibility, yes. So, neuroplasticity exercise first session. After that, let's dive deep into the world of memory improvement trainings. Live സെഷൻസിന്റെ മേജർ മോട്ടീവ് എന്ന് പറയുന്നത് ഹാബിറ്റ് ഫോർമേഷൻ, NLP ട്രെയിനിങ്, യോഗ പ്രാക്ടീസസ് ആൻഡ് എൻഡ് ഓഫ് ദ ഡേ മെമ്മറി നിങ്ങളുടെ ഇംപ്രൂവ് ആയി വരണം. ഞാൻ ക്ലാസ്സുകളിൽ പറയണ പോലെ മെമ്മറി ഇറ്റ്സ് ബയോളജിക്കൽ. നമ്മുടെ ബ്രെയിൻ പാറ്റേൺ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് അത് നിങ്ങളുടേക്ക് ബെറ്റർ ആയിട്ട് വരണ്ടാവുക. നമ്മൾ ഓൾറെഡി സ്റ്റക്കായി നിൽക്കുന്ന കുറേ ഏരിയാസുകളുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ന് കുറച്ച് ന്യൂ ജോയിനീസ് ഉണ്ട്, എൻക്വയറീസ് ചെയ്ത കുറച്ച് പേരും കൂടി ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ വെബിനാറിൽ. അവർക്ക് എല്ലാവർക്കും കൂടിയും നമ്മുടെ സെഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ചാറ്റ് ബോട്ടിൽ ഇടാം. ഫസ്റ്റ് ആയിട്ട് എത്ര പേരാണ് ഇതിൽ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ kindly say hi in the chat bot. Hi എന്നിട്ടാ മാത്രം മതി ചാറ്റ് ബോട്ടിൽ. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ. ഓ there are many. Okay. എൻ്റെ ലാസ്റ്റ് വർക്ക്ഷോപ്പിൽ IQEDയുടെ ലാസ്റ്റ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ടൈപ്പ് ഹാപ്പി. ലാസ്റ്റ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ ടൈപ്പ് ഹാപ്പി. ആൻഡ് ഞാൻ വിശ്വസിക്കുന്നു why the word happy is yes, load and load of. Okay, great. Okay. So നമുക്ക് ഫസ്റ്റ് ഹോൾഡ് ഹാൻഡ്സ് ലൈക്ക് ദിസ്. സോറി, ഞാനൊന്ന് കുറച്ച് മൂക്കടപ്പ് കാരണമുണ്ട്, എന്നെ ക്ഷമിക്കാം. ഹോൾഡ് ഹാൻഡ്സ് ലൈക്ക് ദിസ്. Everyone. Observe me properly. Okay. So this is 1. 2. Opposite. ബാക്കി എല്ലാം ക്ലോസ് ചെയ്തിട്ട് 2. 1. 2. 1. 2. Don't worry. Relax. വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാം. 1. ബൂൽബുലായി കളിക്കരുത്. 1. 2. 1 2 1 2 1 2 1 2. ഒരുമിച്ച് പെട്ടെന്ന് 1 2 1 2 1 2. ഇപ്പൊ നിങ്ങളുടെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും ഇതൊക്കെ ശരിയൊന്നുമില്ലല്ലോ, എന്തോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണം. ഡോണ്ട് വറി, ആ ഗ്യാപ്പിന് ശരിയാക്കാം. 1. നൗ പ്രോപ്പർ ആയിട്ട് നോക്കിക്കോ. 2.
ഇതല്ല. 2 1 2 1 2 1 2 1 2 old one, new 2. Everyone with me. എല്ലാവരും ഒരുമിച്ച്. Old one, new 2. It's simple, right? It's simple. Old 2, new 2. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 and old 2. ബ്രെയിൻ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടല്ലോ. റിലാക്സ്. റീവയറിംഗ് ചെയ്ത് കഴിഞ്ഞു. പെർഫെക്റ്റ്. ഇനി ഒരു എക്സസൈസും കൂടി ഇന്ന് നമുക്ക് ചെയ്യാം. അതിനുശേഷം ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ് അമേസിംഗ് സെഷൻ. ഈ കൈ ഉണ്ടല്ലോ, സ്ട്രൈറ്റ് അടിച്ചോ. ഇവിടുന്ന് ലെഫ്റ്റ് ഹാൻഡ്, ദിസ് ഇസ് റൈറ്റ് ഹാൻഡ്. ഇത് മിറർ ആയിട്ടാണ് കണ്ടുണ്ടാവുക. ദിസ് ഇസ് മൈ ലെഫ്റ്റ് ഹാൻഡ്, ദിസ് ഇസ് റൈറ്റ് ഹാൻഡ്. ഇതെങ്ങനെയും ഇതെങ്ങനെയും വെക്കേ. So what we are currently going through is pattern breaking ആണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പാറ്റേൺ ബ്രേക്കിംഗ് ചെയ്തിട്ടാണ് റീവയറിംഗ് ബ്രെയിനിൽ പോസിബിൾ ആവുക. ബാക്കിൽ ഒരാള് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കണ്ടല്ലോ. ഓക്കെ ഫൈൻ. സോ ഈ കൈ കൊണ്ട് ബീറ്റ്, ഈ കൈ കൊണ്ട് റബ്ബ്. ഇപ്പൊ കൺഫ്യൂസിംഗ് ഇല്ലല്ലോ. നൗ when I say switch, ഇത് റബ്ബ് ചെയ്യണത് ബീറ്റ് ചെയ്യണം, ഇത് ആക്കണം. പെർഫെക്റ്റ്. സ്വിച്ച്, ഒരുമിച്ച് സ്വിച്ച്. നിങ്ങളിപ്പോ ഇങ്ങനെ ഉരച്ചോണ്ടിരിക്കല്ലേ. ഒരെണ്ണം റബ്ബ്, ഒരെണ്ണം ബീറ്റ്. അഗെയിൻ സ്വിച്ച്. ഇതിങ്ങനെ അടിക്കാനല്ല, ക്ലിയർ ആയിട്ട് ഒരെണ്ണം റബ്ബ് ചെയ്യുക, ഒരെണ്ണം അടിക്കുക. സ്വിച്ച് എന്ന് പറയുമ്പോൾ അടിക്കുന്ന സാധനത്ത് ഇതിങ്ങനെ അടിച്ചുകൊണ്ട് വെക്കുക. സ്വിച്ച് എന്ന് പറയുമ്പോൾ അടിക്കുന്ന സാധനം ഇതിങ്ങനെ അടിച്ചുകൊണ്ട് വെക്കുക. സ്വിച്ച് എന്ന് പറയുമ്പോൾ അടിക്കുന്ന സാധനം ഇത് അടിച്ചുകൊണ്ട് വെക്കുക. റിലാക്സ് 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 റിലാക്സ്. ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം. എഗെയിൻ ആ പൊസിഷൻ വെച്ച്. ഇപ്പോ ബേസിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റീവയറിംഗ് ഓഫ് ദ ബ്രെയിൻ ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എക്സസൈസ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ എക്സിസ്റ്റിംഗ് ബിലീഫ്സിനെ ചാലഞ്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ക്രിയേറ്റഡ് ആവും. ഓക്കെ, ന്യൂറോ ജെനസിസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോസുകളുടെ റെക്കോർഡ് സെഷൻ കണ്ട് അതിന്റെ പ്രാക്ടീസിങ് ചെയ്യേണ്ടത്. എവറി ഡേ സംതിങ് ന്യൂ പഠിക്കാൻ ബ്രെയിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ അജിത് സാറ് 18 ലാംഗ്വേജ് അദ്ദേഹത്തിന് അറിയാം. ഉറുദു, കന്നഡ, തെലുങ്കു, ഇതെല്ലാം. പുള്ളി ഡെയിലി പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ നോക്കുമ്പോഴാണ് ആളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അഗെയിൻ പൊസിഷൻ. Everyone start. Switch. കുറച്ചുപേര് ഇങ്ങനെ ആക്കിയോണ്ടൊക്കെ കുറച്ചുപേര് ഇങ്ങനെ അടിക്കുന്നുണ്ട്. സി ദിസ് ഇസ് ഹൗ നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊക്കെയോ ശരിയല്ല. ആൻഡ് യു ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ കോൺഷ്യസ് ആകുമ്പോൾ മോർ ആൻഡ് മോർ ആൽഫ ആവുന്നുണ്ട്. മോർ ഇൻ ടു ആൽഫ, മോർ ലേണിംഗ് ക്രിയേറ്റഡ് ആവും. സോ whenever if you want to start learning something new, അത് ആദ്യം തന്നെ ബ്രെയിൻ വേവ്സിനെ ആൽഫയിലാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് നമ്മളത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം.
എങ്ങനെയൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാമെന്നും പഠിപ്പിച്ചു തരാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണ ടോപ്പിക്സുകൾ സ്പെഷ്യലി മെമ്മറി ആൻഡ് മൈൻഡ് ഗെയിംസ്, ഈ രണ്ട് ഏരിയയിലാണ്. മെമ്മറിയുടെ ഉള്ളിൽ വി ഗോണ ടോക്ക് അബൌട്ട് ദ പവർ ഓഫ് ആങ്കറിങ്. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദാറ്റ് ആങ്കറിങ്. മെമ്മറി മാലസിന്റെ ഒരു ബേസ് നമ്മൾ ഉണ്ടാവും, വിഷ്വൽ ട്രെയിനിങ് ഉണ്ടാവും, ആൻഡ് കണ്ടീഷനിങ്ങും നമുക്ക് ഇന്നത്തെ സെഷനിൽ എല്ലാവർക്കും ആൽഫ. ഓക്കെ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ശരി, ആൽഫ എന്ന് പറയുന്ന ബ്രെയിൻ വേവ്സിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. നമുക്ക് ബീറ്റ, തീറ്റ, ആൽഫ, കുറെ ബ്രെയിൻ വേവ്സ് ഉണ്ട്. ഗാമയാണ് സൂപ്പർ കോൺഷ്യസ് എന്ന് പറഞ്ഞ ബ്രെയിൻ വേവ്. നമ്മൾ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവുന്ന ടൈം ഏതാണെന്നറിയോ? ഒരു ഡേയിൽ നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഹൈലി ആക്ടിവേറ്റഡ് ആയ നോർമൽ ഗാമയിലേക്ക് എത്തണത് എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാന്ന് അറിയോ? യു ക്യാൻ ടൈപ്പ് ഇൻ. സി, എനിക്ക് ഈ ക്ലാസ് ആസ് ഇന്ററാക്റ്റീവ് ആസ് പോസിബിൾ ആക്കണം. അതാണ് മെയിൻ. സ്ലീപ്പിംഗിൽ നേരെ തീറ്റയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പെസിഫിക് എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗാമയിലേക്ക് പോകും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വൈബ്രേഷൻ ലെവല് ഒരു ഇങ്ങനെയായിട്ട് പോകണ്ടാവാം. ലോ ബ്രീത്തിങ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണല്ലോ. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഹൈ ലെവലാവും, പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യും. ആൻഡ് എല്ലാവരും മോർണിംഗ് എന്ന് എഴുതി. മോർണിംഗ് മാത്രമല്ല, ആ ആക്ടിവിറ്റി എപ്പോ ചെയ്യുമ്പോഴും പെട്ടെന്ന് ഹൈ ആവും. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ആക്ടിവിറ്റി എന്ന് അറിയാം? എല്ലാം സക്സസ്ഫുൾ ആൾക്കാർ ചെയ്യണു എന്ന് പറയണതും എല്ലാം ഹാബിറ്റ് ഡെവലപ്മെന്റ് ട്രെയിനേഴ്സ് രാവിലെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം. ഡയറി റൈറ്റിംഗ് ഈവനിങ് ആണ്, നൈറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഹെൽപ്പ് യു ടു ഒരു ബ്യൂട്ടിഫുൾ യോഗയല്ല, ചാൻഡിങ് അല്ല, കഫീൻ അല്ല, സോൾ സ്റ്റേറ്റ് അല്ല. ഞാൻ പറയാം അതെന്ത് ചെയ്യുമ്പോഴാണെന്നറിയോ? യെസ്, ഒറ്റൊരാൾക്ക് ഇത് റൈറ്റ് കിട്ടി, പക്ഷെ അയാളുടെ പേര് എനിക്കറിയില്ല. വിവോ 12407 വിവോ 12407 സ്റ്റുഡന്റിന്റെ പേര് എന്താണെങ്കിൽ ദിയ കുട്ടിയാണ് റൈറ്റ് ആൻസർ. കുളിക്കുമ്പോ, അതെന്തുകൊണ്ട് കുളിക്കുമ്പോ തലയിൽ നല്ല തണുത്ത വെള്ളം ആക്കുമ്പോൾ ബ്ലഡ് പമ്പിങ് ഏറ്റവും ഹൈ ലെവലോട്ട് ആക്കാൻ. അതുകൊണ്ടാണ് ഐസ് വാട്ടർ ബാത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അല്ലെങ്കിൽ നല്ലൊരു ജം കിക്കിന് വേണ്ടിയിട്ട് വേണ്ടത് അതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കുളിക്കാൻ കയറുമ്പോഴൊക്കെയാണ് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് പാട്ടൊക്കെ വരും, ചിന്തകൾ വരും, ചില ആൾക്കാർക്ക് ബിസിനസ് ഐഡിയാസ് കയറും, ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വരും, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ? സി, അവിടെയാണ് ബ്രെയിൻ വേവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഡീപ്പായിട്ട് വേണ്ട, ഒരു പെരിഫറൽ ലെവലിലെങ്കിലും മനസ്സിലാക്കണം. സോ എപ്പോ ബ്രെയിൻ വേവ്സിനെ ആക്റ്റീവ് ആക്കുന്നോ അപ്പോഴാണ് ബെറ്റർ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്, ബെറ്റർ ലേണിംഗ് ഉണ്ടാവുന്നത്, ബെറ്റർ കാര്യം. അതിൻ്റെ ഓരോ സ്റ്റേജസ് നിങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുപോകാം. ആൻഡ് ബിഫോർ കണ്ടിന്യൂയിങ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ക്ലാസ് മുമ്പോട്ട് പോകും മുമ്പേ 7 days ചാലഞ്ച് കഴിഞ്ഞൊരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഐ എം ഹാപ്പി. എത്ര പേര് അത് കംപ്ലീറ്റഡ് ആക്കിയ ആൾക്കാർ ടൈപ്പ് ഐ എം ഹാപ്പി. ഓ, റമീസ്, രോഹിത്, ജയത് കൃഷ്ണ, റമീസ, സൈമ, ഹൃദ്യ, മീക, ആഷ, വിനായക്, അസി, വാവ്, എബിൻ. ബ്യൂട്ടിഫുൾ. കഴിഞ്ഞോ? ഓക്കെ, നാരായണി. യെസ്, നോ വറീസ്. മണികണ്ഠൻ, നോ വറീസ്. റമീസ,
യെസ്, ഐസ് ബാത്തിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വാം വാട്ടർ അല്ല, ഐസ് വാട്ടർ ആണ് ബ്രെയിനിനും ഫേസിനും ഏറ്റവും ബെറ്റർ. സോ ആൻഡ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7 days ചാലഞ്ച് കഴിഞ്ഞ സിൻസിയറായി ചെയ്ത നിങ്ങൾക്ക് എന്ത് ചേഞ്ച് തോന്നുന്നു? ടൈപ്പ് ചെയ്യും. എന്ത് ചേഞ്ച്? വാട്ട് ചേഞ്ച്? എന്താണ് നിങ്ങൾക്ക് ഫോക്കസ് കൂടി? ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. Speed in mathematics, oh amazing. Hard is easy now. Ramisa is telling hard is easy now. Energetic throughout the day. Jagat, I feel like I became more productive, better recollection. Beautiful, beautiful. Just imagine, നമ്മൾ ഇതുവരെ മെയിൻ പാർട്ടിലേക്ക് തുടങ്ങിയിട്ട് പോലില്ല. നമ്മൾ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കടന്നിട്ട് പോലില്ല. നമ്മൾ 4 സ്റ്റേജിലൂടെയാണ് IQED കൊണ്ടുപോവാം. Feel comfortable and easy to learn new things. Okay, Realme. Better memory, hard is easy. Museum. My perspective changed for sure. Focus, energy, and daily. I think I can memorize my keys and my things. I was very weak in this area. Oh, Little Varghese. I feel happier, more productive, and some form of self reflection. Mika. Drastic change in visualization. Amazing, amazing. Now, യെസ്, നമുക്ക് അപ്പോൾ 7 days ചാലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫോം നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചു. എക്സിസ്റ്റിംഗ് ന്യൂ സ്റ്റുഡൻസിന് എന്തായാലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് 15 minutes എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒബ്സർവേഷൻ സ്കിൽസ് കൂടിയ ആൾക്കാരുണ്ട്. ഇതിൽ ഒരാളെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ലെറ്റ്സ് ട്രൈ ടു ഹിയർ. മണികണ്ഠൻ എഴുതിയിരിക്കുന്നത് മൈ പെർസ്പെക്റ്റീവ് ചേഞ്ച് ഫോർ ഷുവർ. ഫോക്കസ്, എനർജി ഓഫ് ദ ഡേ ഇൻക്രീസ്ഡ്. മണികണ്ഠനെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. മ്യൂട്ട്. ഹലോ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ മണികണ്ഠൻ? ഹലോ വീഡിയോ ഓൺ ചെയ്യാം. ഹലോ യെസ്, കേക്കാവോ കേക്കാവോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഹായ് ഹായ്. യാ ഷുവർ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. ഒബ്വിയസ്ലി ആൾക്കാർ മെഡിറ്റേഷനെ കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ബട്ട് ഇത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. ഞാൻ യൂഷ്വലി എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ഒരു 6 o'clock ആണ്. സോ ഓക്കെ, ഐ ട്രൈ ടു ഫൈൻഡ് സം ടൈം. അതിന് മുമ്പ് ഒരു 15 minutes മുമ്പ് ഞാൻ എണീക്കും. ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ് ഒരു ഡേ. ടു ബി ഫ്രാങ്ക്, വർക്ക് കഴിഞ്ഞാൽ ഭയങ്കര ലേസിയാണ് ഞാൻ. വർക്കിന് ഇടയ്ക്കും എന്താ ചിലപ്പോൾ ചെയ്തോണ്ടിരിക്കണ ഇപ്പൊ? ഞാൻ സോഫ്റ്റ്വെയറിലാണ്. ഐ ഗ്രേറ്റ് എം ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബേസിക്കലി. അപ്പം വർക്ക് ചെയ്യുമ്പോഴൊക്കെ ചില കോൾസിലൊന്നും ഫോക്കസ്ഡ് ആയിട്ട് ചില ടൈമിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ബാക്ക് ടു ബാക്ക് കോൾസ് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഓക്കെ, യൂഷ്വലി ഞാനൊരു ഡേയിൽ മേ ബി ആഫ്റ്റർനൂൺ എനിക്കൊരു 2 hours സ്ലീപ്പ് കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. കാരണം നൈറ്റ് എനിക്ക് അധികം സ്ലീപ്പ് കിട്ടാറില്ല. ഓ സോ മേ ബി ഇന്നലെ മേ ബി തേഴ്സ്ഡേ നൈറ്റ് ഞാൻ ഹാർഡ്ലി 3 hours ആണ് ഉറങ്ങിയത്. ഓ ബട്ട് ഓൺ ഫ്രൈഡേ ഞാൻ ഐ ഡോണ്ട് നോ ഈ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ടു ബി ഫ്രാങ്ക്, ഐ വാസ് അലൈവ് ത്രൂ ഔട്ട് ദ ഡേ ഈവൻ ദോ ഐ ഗോട്ട് 3 hours ഓഫ് സ്ലീപ്പ്. വാസ് സർപ്രൈസിങ് ടു മീ. ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഒരു എനർജി ഫീൽ ചെയ്തില്ല. ബിക്കോസ് Oh, സി definitely. സ്ലോലി റിതമാണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. അതാ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ ഞങ്ങൾ മെമ്മറി ടെക്നിക്സ് അല്ല നിങ്ങൾക്ക് തരുന്നത്. Yeah. ഒരു റിതം, ഒരു പേസ് ആദ്യം ഫോം ചെയ്യണം. ആ പേസിൽ ഇപ്പൊ അജിത് സാർ പറഞ്ഞ ടെക്നിക്ക് ആണെങ്കിലും നമ്മൾ പറഞ്ഞ ടെക്നിക്ക് ആണെങ്കിലും, സോ ദിസ് ഹോൾ പ്രോസസ് വി കോൾ ഇറ്റ് as പ്ലോവിങ്. നമ്മുടെ Okay. ഫാം ഒരു Form flowing. പ്ലോയിങ് മീൻസ് ലൈക്ക് നമ്മുടെ ഒരു ഫാമറിന് ഒരു സീഡ് നടും മുമ്പേ എനിക്കത് ഉഴുതു മറക്കണം അല്ലേ? Yeah. എനിക്കതിനെ ഫെർട്ടിലിറ്റി ഉള്ള ഒരു മണ്ണാക്കി മാറ്റണം. അവിടെ നിന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും സീഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഏത് മെമ്മറി ടെക്നിക്ക് പറഞ്ഞാലും അത് റിസീവ് ചെയ്യാനുള്ള ബ്രെയിൻ ആയിരിക്കണം നമ്മുടെ. ഫോർ ദാറ്റ്
ഫോക്കസ് ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഐ എം സോ ഹാപ്പി. താങ്ക് യു Sure. സോ മച്ച് Thank you. മുരുകൻ. Thanks a നൗ lot. Thanks a lot. ഓ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനിയാണ് റിയൽ ഗെയിം ഗോണ സ്റ്റാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഇൻസൈറ്റ് ഓൺ വാട്ട് ഗോണ ഹാപ്പൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 21 days. ഇത് 7 days അല്ല, കഴിഞ്ഞ 21 ദിവസം കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഐ വിൽ വിറ്റ്നസ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. വെൻ നിങ്ങളുടെ എയിം അവിടെ വെക്കണം കേട്ടോ. എൻഡ് ഓഫ് Yeah. ദ ഡേ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് നിങ്ങളുടെ ഹാബിറ്റ് ആൻഡ് ഫോർമേഷൻ ചെയ്യാനാണ് ഇനി ഞാൻ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടാവാം. എന്നാലാണ് ഇപ്പൊ മാർക്ക് മേടിക്കായിരിക്കും നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. ചിലപ്പോ എനിക്ക് ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ആയിരിക്കും എൻ്റെ ഒബ്ജക്റ്റീവ്. ചിലപ്പോ എനിക്ക് ഇന്നൊരു ഫീൽഡിൽ നിന്ന് ഐ വോണ്ട് എ ഗുഡ് കരിയർ, ഒരു അപ്ലിഫ്റ്റ്, അതായിരിക്കും ഒബ്ജക്റ്റീവ്. അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പിന്നുള്ള വർക്ക് നമ്മുടെ വേണ്ടവാ. കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് അത് കൊടുക്കണം. ഓക്കെ, സോ താങ്ക് യു. ആൻഡ് Thank you. നെക്സ്റ്റ് നമുക്ക് മ്യൂട്ട് ചെയ്തോളൂ. ലിജിൽ വർഗീസിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് യു ക്യാൻ. യെസ്, ലിജിൽ വർഗീസിന്റെ കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. യു ക്യാൻ ഓൾസോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നോക്കാം. ലിജിൽ, ഹായ് നിവേ, hi. താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി ഒരു അമേസിങ് ഒരു സംഭവം ഉണ്ടായി, പക്ഷെ അത് ഇതിന്റെ കാരണമാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അങ്ങനത്തെ ഒരു കാരണം ഉണ്ടാവുന്നുണ്ട് അല്ലേ? ആക്ച്വലി മിഞ്ഞാന്ന് ബാഗൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്കൊരു PPT പ്രസന്റ് ചെയ്യണമായിരുന്നു. അത് വന്നത് ആക്സിഡന്റലി എൻ്റെ സൂപ്പർവൈസർ ചെയ്യേണ്ടതാണ്, ആക്സിഡന്റലി എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ക്രൗഡിനെ ഇത്രയും പേടിച്ച് 10 മിനിറ്റത്തെ PPT 5 മിനിറ്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഓടിപ്പോരണത് അത്ര എൻഗേജിങ് അല്ലായിരുന്നു. പക്ഷെ ഇത് ഞാൻ 15.5 മിനിറ്റ്, അതായത് 15 മിനിറ്റും ഒരു 30 സെക്കൻഡും കൂടി എടുത്ത് അത് ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. അത് ഇതുകൊണ്ടാണോ, കാരണം രാവിലെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ പിന്നെ രാത്രി കിടക്കുമ്പോൾ എല്ലാം മെമ്മറൈസ് ചെയ്തുകൊണ്ട് PPTയുടെ ഓരോ സ്ലൈഡും മനപ്പാടമായിരുന്നു എനിക്ക്. അതെ, നമ്മൾ അതുകൊണ്ട് കോൺഫിഡൻസ് പറയുമ്പോൾ നമുക്കൊരു ലൈഫിൽ ക്ലാരിറ്റി വരുന്ന സമയത്ത് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഗെയിൻ ചെയ്യും. നമ്മുടെ ബ്രെയിൻ കംഫർട്ടബിൾ ആവുന്ന മൂവ്മെന്റിൽ നമുക്ക് എന്തും അവിടെ ചെയ്യാം. നമുക്ക് മങ്കി ബ്രെയിൻ ഉണ്ട്, സയന്റിസ്റ്റ് ബ്രെയിൻ ഉണ്ട്. എക്സാം സമയത്ത് നമുക്കൊരു സാധനം കിട്ടിയിട്ടില്ല, പേടിച്ചു കഴിഞ്ഞാൽ ഫുൾ ബ്ലാങ്ക് ആവും. അവിടെ മങ്കി ബ്രെയിൻ ആക്ടിവേറ്റ് ആവും, നമ്മുടെ ആൻസിസ്ട്രൽ ബ്രെയിൻ. അവിടെ അവർക്ക് ആകെ അറിയേണ്ടത് എങ്ങനെ ഇതിന്ന് എസ്കേപ്പ് ആവാം എന്നാണ്. അതുകൊണ്ടാണ് ചില കുട്ടികൾ ഉത്തരം കിട്ടാണ്ട് വന്നിട്ട് എക്സാം ഹാളിന്റെ പുറത്ത് കടന്ന മൂവ്മെന്റ് തന്നെ ബ്രെയിൻ തരും, ദാ നീ ചോദിച്ചു ഉത്തരം എന്ന് പറഞ്ഞ തരും. നമുക്ക് അത്ഭുതപ്പെടും. ഇതേ സെയിം കാര്യം ഞാൻ അവിടെ ചോദിച്ചപ്പോ ചിലപ്പോ വല്ല പാട്ടായിരിക്കും കയറി വന്നിട്ടുണ്ടാവുക നമ്മുടെ മനസ്സിൽ. അപ്പോൾ അത് സയന്റിസ്റ്റ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്യോർ ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്താൽ മാത്രമാണ് ആക്ടിവേറ്റഡ് ആവാം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കമന്റിൽ എഴുതിയ സംഭവം, എപ്പോഴും കീയൊക്കെ അന്വേഷിച്ച് കീയും പെന്നും അന്വേഷിച്ച് നടക്കാത്ത സമയങ്ങളില്ല. പക്ഷെ ഇപ്പൊ തൊട്ട് അത് കറക്റ്റ് ആ സ്ഥലത്തുണ്ടെന്ന് അറിയാം. ഓർഗനൈസിങ്. സോ താങ്ക് യു സോ മച്ച് ലിജിൽ. വർക്ക് ചെയ്യാണോ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ബീഹാറാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് 7 days കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ചേഞ്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബാക്കി എല്ലാവരും കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എല്ലാവർക്കും പറയാണ്ടെന്ന് അറിയാം. ബട്ട് റാൻഡംലി 2 പേര് എടുക്കുവാണ് ഞാൻ. നെക്സ്റ്റ്, സോ ഡയറക്ട്ലി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ ടോപ്പിക്സ്. നമ്മളിപ്പോൾ ചെയ്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് 7 ദിവസം നിങ്ങളൊരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ഞാൻ ഇൻസ്ട്രക്ട് ചെയ്തു. ആ പാറ്റേണിന്റെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് മെമ്മറി ആയിട്ട് ബിൽഡഡ് ആവുന്നത്. ഇനി അതിൽ ലോങ് ടേമിലോട്ടേക്കുള്ള പുഷ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഞാൻ തന്നാൽ മതി. ആദ്യം അറ്റൻഷൻ നമുക്ക് അവിടെ കിട്ടണം, അതിൽ നിന്നാണ് ഫോക്കസിലോട്ട് പോവാം, ഫോക്കസ് നിന്നാണ് കോൺസെൻട്രേഷനിലോട്ടേക്ക് പോവാം. Don't worry, new joiners, don't worry. For last 15 minutes ഞാൻ നിങ്ങൾക്ക് 7 days ചാലഞ്ച് പറയായിരിക്കും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ റൊട്ടേറ്റ് ചെയ്ത് ടോപ്പിക്സ് എവറി ഡേ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ട് കേട്ടോ. അതിൽ ഒരു കാര്യത്തിലും പേടിക്കണ്ട. ഫസ്റ്റ് തന്നെ ലെറ്റ്സ് സ്റ്റാർട്ട് ഡിസ്കസിങ് ഓൺ ആങ്കറിങ്. ആങ്കറിങ് എന്ന ടോപ്പിക്കിലാണ് ഫസ്റ്റ് സെഷൻ. ബേസ് ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇത് സ്റ്റുഡൻസിന്
എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ്. പാരൻസിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇഫ് യു ആർ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഡാം ഷുവർ നിങ്ങൾ എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഇൻസൈറ്റ് ആയിരിക്കും ദ കോൺസെപ്റ്റ് ഓഫ് ആങ്കറിങ്. എന്താണ് നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് എന്നറിയും? ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ട് ലിറ്ററലി. അത് എന്താണ് എന്നറിയോ? ടു സ്റ്റാർട്ട് സംതിങ്. നമ്മുടെ രോഹിത് അല്ലേ അത്? ടു സ്റ്റാർട്ട് സംതിങ് അല്ല, ടു ഫോർഗറ്റ്. നോ, ഫോർഗറ്റ് ഒക്കെ ഈസി അല്ലേ നമുക്ക്. ടു ബി ഇൻ കംഫർട്ട് സോൺ അല്ല. ഞാൻ സ്പെസിഫിക് ആവാം. നമ്മുടെ ബ്രെയിൻ ഒറ്റൊരു കാര്യം പോസിബിൾ അല്ല. ഒരൊറ്റൊരു കാര്യം പോസിബിളേ അല്ല. വിവോ ദിയ വളരെ എടുത്തെത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇറ്റ് ഡസൻ നോ ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അമൽ വിനോദ് അത് കറക്റ്റ് ആയിട്ടാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിയൽ ആൻഡ് അൺറിയൽ. അമൽ വിനോദ് കറക്റ്റ് ആയിട്ട് ഇതിൽ എഴുതി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിയൽ ആൻഡ് അൺറിയൽ. യുവർ ബ്രെയിൻ cannot differentiate between റിയാലിറ്റി ആൻഡ് സബ് കോൺഷ്യസ് പ്രൊജക്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിന് റിയാലിറ്റിയും ഉപബോധ മനസ്സിന്റെ പ്രൊജക്ഷൻ തമ്മിൽ തിരിച്ചറിയാൻ കഴിവില്ല. ഞാൻ എന്താണ് മീൻ ചെയ്യുന്നുള്ള കാര്യം എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ പേടി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ശരിക്കും പേടിച്ചില്ലേ? ശരിക്കും അവിടെ ഉണ്ടായോ? അത് വിഷ്വൽ പ്രൊജക്ഷൻസ് മാത്രമാണെന്നില്ലേ? ഹാർട്ട് ബീറ്റ് കൂടി, സ്വെറ്റിംഗ് ഉണ്ടായി, റൈറ്റ്? നിങ്ങൾ ആരെങ്കിലും വീഴുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കൊക്കയിലേക്കോ എവിടെയിലേക്കോ വീഴുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വഴുക്കി വീഴുന്ന സ്വപ്നം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും ബോഡിയിൽ ഓരോ മസിൽസിലും വഴുക്കി വീഴേണ്ട എഫക്റ്റ് കിട്ടിയില്ലേ? ശരിക്കും വഴുക്കി വീണോ നിങ്ങള്? പക്ഷെ ആ വഴുക്കി വീഴേണ്ട എഫക്റ്റ് ചില ആൾക്കാർക്ക് ഇവൻ ദേ റിപ്പോർട്ടഡ്. സ്ലീപ്പിംഗ് പാരലൈസിന്റെ റീസണും ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞുതരാം. അപ്പോ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് യുവർ ബ്രെയിൻ കനോട്ട് ഡിഫറൻഷിയേറ്റ് സബ് കോൺഷ്യസ് പ്രൊജക്ഷനും നിങ്ങളുടെ ഉള്ളിലത്തെ പുറത്തെ റിയാലിറ്റി തമ്മിൽ തിരിച്ചറിയാൻ കഴിവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഹാബിച്വലായ ഒരു ഡിസീസ് പറഞ്ഞുതരാം. എല്ലാ ദിവസം എവറി മോർണിംഗ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. 8 മണിക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ് കഴിച്ചു വിചാരിക്കാം. 8 മണിക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഡേയില് ഒരു പെർട്ടിക്കുലർ ഡേ നിങ്ങൾ 8 മണിക്ക് എന്നുള്ള സ്കിപ്പായി, എന്തോ കാരണത്താൽ സ്കിപ്പായി 12:30ക്കാണ് കഴിച്ച ഫുഡ്. വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യും, വോമിറ്റിംഗ് ടെംപ്റ്റേഷൻ വരും, തലവേദന വരും, ഗ്യാസ് ട്രബിൾ വരും അല്ലേ? ഒരു ടൈം, ഇപ്പോ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ നിങ്ങൾ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ യെസ്, ബയോളജിക്കൽ ക്ലോക്ക്. വാട്ട് ഈസ് ദാറ്റ് ബയോളജിക്കൽ ക്ലോക്ക്? ആക്ച്വലി യുവർ ബ്രെയിൻ റെക്കോർഡ് 8 AM. എക്സാമ്പിൾ ആണ്, 8 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 8 മണി സമയം റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇറ്റ്സ് എ ടൈം ഫോർ ഫുഡ്. അവിടെ ഭക്ഷണം എത്തിയാലും ഇല്ലെങ്കിലും തലച്ചോറ് ഒരു കമാൻഡ് കൊടുക്കണം, മോനേടാ എഴുന്നേറ്റോ, സമയമായി, ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. സ്റ്റാർട്ട് ദ ഡൈജഷൻ പ്രോസസ്. ബിക്കോസ് എൻ്റെ യജമാനൻ ഇതേ സമയത്താണ് എനിക്ക് ഭക്ഷണം തരണ്ടായിരുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ ഫുഡില്ല, ഗേഷ്യസ് ഫോം ആവും, തലവേദന വരും, വോമിറ്റിംഗ് ടെംപ്റ്റേഷൻ വരും, ഗ്യാസ് ആവും. അതുകൊണ്ടാണ് മക്കളെ ഡിസിപ്ലിൻ ലൈഫ് സക്സസിലോട്ടേക്ക് ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. ട്രെയിൻ, കണ്ടീഷനിങ് യുവർ സെൽഫ്. ഓക്കെ, ഇനി ആങ്കറിങ് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടായിരുന്നു. എന്താണ് ഈ ആങ്കറിങ്? ഞാൻ ലേണിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തൊരു വ്യക്തിയുടെ ഒരു സൂപ്പർബ് എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. കുറെ പേര് കേട്ടിട്ടുണ്ടാവാം. ഒരു ഡോഗിനെ കല്ലിട്ട് അടച്ചു. ഒരു ഡോഗിനെ കല്ലിട്ട് അടച്ചിട്ട് ഒരു ബെല്ല് വെച്ചു അവിടെ.
ബെല്ലടിക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കും, ബെല്ലടിക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കും, ബെല്ലടിക്കുക ഫുഡ് കൊടുക്കുക, ബെല്ലടിക്കുക ഫുഡ് കൊടുക്കുക. അങ്ങനെ ബെല്ലും ഫുഡും തമ്മിൽ ആങ്കറിങ് ചെയ്തു, അസോസിയേറ്റ് ചെയ്തു. ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, കണ്ടീഷനിങ് ആയി. ആൻഡ് ദെൻ amazingly the scientists started to observe, the Russian scientists started to observe, ബെല്ല് ഫുഡ് അവിടെ വെക്കാതെ ഏതെങ്കിലും റാൻഡം സമയത്ത് ചുമ്മാ ബെല്ലടിക്കുമ്പോൾ പട്ടിയുടെ വയറിൻ്റെ ഉള്ളിലും ഡൈജഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതായിട്ട്. സോ ദ ട്രിഗറിങ്സ് ആയിരുന്നു, അതായിരുന്നു ലേണിംഗ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ ബേസ് ആയി മാറ്റിയ ഏറ്റവും വലിയൊരു റിസർച്ചിന്റെ തുടക്കം. ബെല്ലടിക്കണം ഫുഡ് കൊടുക്കുന്നു എന്നുള്ള ഒറ്റതില് ആ ബെല്ലിന്റെ സൗണ്ടും ഫുഡിന്റെ സ്മെല്ലും തമ്മിൽ അസോസിയേറ്റ് ചെയ്തു, മെമ്മറൈസ് ചെയ്യിപ്പിച്ചു, അസോസിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് തന്നെയാണ് ആങ്കറിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മുടെ റിച്ചാർഡ് ബ്രാൻസൺ 1974 ഡിസൈൻ ചെയ്തതാണ്. ബിക്കോസ് ഐ ക്യാൻ ഗോ ടു സ്കൂൾ അറ്റ് 7:30. ഓക്കെ, റിച്ചാർഡ് ബ്രാൻസൺ ഡിസൈൻ ചെയ്തത്. ഇത് സ്റ്റുഡൻസിന് നിങ്ങൾ പഠിക്കുന്ന സ്ഥലം ചൂസ് ചെയ്യാനും പഠിച്ചത് ഓർമ്മ വെക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കായിട്ട് കൊണ്ടുവരാം. എക്സാമ്പിൾ, ഇതിൽ എത്ര പേര് കിടക്കയിലിരുന്ന് പഠിക്കുന്നുണ്ട്? എത്ര പേര് ഡൈനിങ് ടേബിൾ വരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? കിടക്കയിലിരുന്ന് പഠിക്കുന്ന ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴേക്കും ഉറക്കം വരും, ക്ഷീണം, നിങ്ങൾക്ക് ഒരു പാതി മയക്കം ഇങ്ങനെ കയറി വരും. ഡൈനിങ് ടേബിളിൽ വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് കുറച്ച് കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ള ഒരു ഫീലിംഗ് വരില്ലേ? ബിക്കോസ് യു ഹാവ് ബീൻ പ്രോഗ്രാംഡ്, കണ്ടീഷൻ ചെയ്തു. കിടക്കയിലിരുന്ന് കിടക്ക അല്ലെങ്കിൽ ആ ഒരു ഏരിയ അത് കംഫർട്ടാണെന്നുള്ള കാര്യം, അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. ഇപ്പം ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ലൊക്കേഷൻ. ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ പ്രോഗ്രാംഡ് ആവാൻ പോവാണ്. 1 table, 1 chair where you can sit straight. You only for learning. നിങ്ങൾ ലേണിങ്ങിന് വേണ്ടി മാത്രം. അത് ഏതൊരു ഏജ് ഗ്രൂപ്പിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇരുന്ന ഞാൻ ഹൈലി പ്രൊഡക്റ്റീവ് ആണ് എന്ന് ആങ്കറിങ് ചെയ്യാം. ഇവിടെ ഇരുന്ന ഞാൻ പഠിച്ചിരിക്കും, ഞാൻ ഇവിടെ ഇരുന്ന വഴിക്ക് ഐ വിൽ ബി ടു ആൽഫ ആൻഡ് റെക്കോർഡ് ദ ടൈം. ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ I'm going to commit that I study in the bed but I don't feel sleepy or tired. Maybe you've been programmed better. അവിടെ കെടുക്കണക്കാട്ടും ബെറ്റർ ആയിട്ട് ലേണിംഗ് എന്നുള്ള കണ്ടീഷനിങ് ആണ് കണ്ണൂസ് അവിടെ ചെയ്തിട്ടുണ്ടാവുക. കണ്ണൂസിന്റെ പേരാണ് അവിടെ വായിച്ചിട്ട. സി, കണ്ടീഷനിങ്ങിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു ഏരിയ യു പിക്ക് ദാറ്റ് ഏരിയ, ആ പ്രൊഡക്ടിവിറ്റി. ഇഫ് യു ആർ സ്റ്റുഡൻറ്, you gotta study there. If you're a working professional, you gotta work there. നിങ്ങളെ പ്ലേസും സ്പേസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അവിടെ അതിനു വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്യുക. ആൻഡ് കണ്ടീഷൻ യുവർ സെൽഫ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കോട്ടുവാ പോലും ഞാനില്ല. ഞാൻ വിൽ ബി ഹൈലി അലേർട്ട്, ഹൈലി ആൽഫയിലായിരിക്കും, ഹൈലി കോൺഷ്യസ് ആയിട്ടായിരിക്കും ഞാൻ ഇരിക്കുക എന്നുള്ള പ്രോഗ്രാമിങ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. നമ്മള് ട്രോമാസുകൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ഹൈലി ടാക്ടിക്കൽ മൂവ്സ് ഉണ്ട്. ചില ആൾക്കാർ കയറുമ്പോൾ ബബിൾക്കം ചൂസ് ചെയ്തിട്ട് കയറുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ, ഞാനൊരു സ്റ്റേജിൽ ഒരു കാര്യം ചെയ്യാൻ മുമ്പ് തന്നെ സാലറി ഒരു പോയിന്റിലേക്ക് ഇരിക്കും. ആ പോയിന്റിലേക്ക് ഇരുന്ന് ഞാൻ ബിലീവ് ചെയ്യും വാട്ട് ഐം ഗോണ ഡു, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് അവിടെ ചെയ്യാൻ പോകണം എന്നൊരു പോയിന്റിലേക്ക് നോക്കിയിട്ട് അതാണ് എൻ്റെ ട്രിഗറിങ്. നിങ്ങൾക്ക് ഓരോ ട്രിഗറിങ് കൊടുക്കാം. ചിലപ്പോൾ അതുണ്ടാക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നേരത്തെ പറഞ്ഞപ്പോൾ ഒരു മൂവ്മെന്റിൽ പോയി പെട്ടെന്ന് ഇരുന്ന് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇരിക്കാം, കാം ആൻഡ് കമ്പോസ് ആയിട്ട് ഇരിക്കാം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു ഇപ്പൊ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പോവാണ്. അവിടെ ഒരു മെമ്മറി പ്രോബ്ലം ഇല്ലാതെ എല്ലാം റീകോൾ ചെയ്ത് യു ബ്ലാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉള്ളിൽ ഫീൽ ചെയ്യുക, അതിന്റെ പീക്കിലെത്തുമ്പോൾ ഡബിൾ ടാപ്പ് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ
ഇങ്ങനെ ഒരു ഡബിൾ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ അവിടെ കൊണ്ടുപോകുക, സ്നാപ്പിങ്ങോ ഡബിൾ ടാപ്പിങ്ങോ എന്തെങ്കിലും ചെയ്യാം. പീക്കിലെത്തുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അങ്ങനെ 7 വട്ടം നിങ്ങൾ ഇമാജിൻ ചെയ്യാം. നിങ്ങൾ സ്റ്റേജിൽ പോകണു, അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കാതിരിക്കണു, പഠിക്കാതിരുന്ന് പഠിച്ചു കഴിഞ്ഞ് എക്സാം സ്ഥലത്ത് പോയി ഇരുന്ന് എക്സാം പേപ്പർ കിട്ടിയ വഴിക്ക് സ്നാപ്പ് ചെയ്യാം. പെട്ടെന്ന് എല്ലാം അടിപൊളിയായി കിട്ടുന്നു, സൂപ്പറായിട്ട് എഴുതുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിനിങ് ചെയ്യുക. Like I said, your brain doesn't know the difference between reality and subconscious projection. Let it program. അത് പ്രോഗ്രാം ചെയ്യട്ടെ. എന്താണ് പ്രോഗ്രാം ചെയ്യേണ്ടത്? വാട്ട് എവർ ദ ബെസ്റ്റ് ഔട്ട്കം യു വാണ്ട്. അത് ചിലപ്പോ പെർഫോമൻസ് ആവാം, മ്യൂസിക് ആവാം, എക്സാം സമയത്തിരിക്കുമ്പോൾ ഒരു കാര്യം മറക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ആവാം. എന്താണ് വേണ്ടത്? അത് നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല എന്ന് വിചാരിക്കുക. ഡോണ്ട് വെറി. Make it by conditioning yourself, by anchoring yourself. How? ഇരിക്കുക, വളരെ കാം ആൻഡ് കമ്പോസ് പൊസിഷനിൽ ഇരിക്കുക. ഇമാജിൻ ചെയ്യുക ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ്. ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക രാത്രി, പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാവുന്നു, ആൻഡ് യു ഫീൽ സോ ഹാപ്പി. നിങ്ങൾ എക്സാം ഹാൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ അവിടെ പോയി ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇഫ് പോസിബിൾ തലേദിവസം തന്നെ നിങ്ങൾ ഇരിക്കാൻ പോണ സ്ഥലം പിക്ചറൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് റോൾ നമ്പർ എവിടെ പോയിരിക്കാം എന്നുള്ള കാര്യം. പിക്ചറൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ യു ഇമാജിൻ യുവർ സെൽഫ്. ഫസ്റ്റ് ഡേ എക്സാമിന് പിന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ ഇരിക്കാൻ പോകുന്നത്. ഇഫ് ഷഫ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ ഷഫ്ലിംഗ് ചെയ്യുന്ന ഏരിയ, പ്ലാൻ ഇറ്റ്, സീഡ് യുവർ പ്രോഗ്രാം, പിക്ചറൈസ് ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്. വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ പോവാണ്, ഞാൻ അടിപൊളി സയൻസ് പഠിച്ചുകൊണ്ടിരിക്കണു, സയൻസ് പഠിച്ചാൽ കഴിഞ്ഞു. പിന്നെ നേരെ ടേംസ് ആൻഡ് കണ്ടീഷൻ പഠിക്കണം കേട്ടാ. വിഷ്വലൈസേഷൻ മാത്രം ചെയ്തിട്ട് പോയിരുന്ന് എക്സാം എഴുതരുത്. കാരണം ഞാൻ മറ്റേ ഒരു വേറെ ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറയാം. ആ ടെക്നിക്ക് പറയുന്ന സമയത്ത് ഒരു പോസിബിലിറ്റി പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുട്ടികൾ ആ ടെക്നിക്ക് മാത്രം ചെയ്തിട്ട് എക്സാം സമയത്ത് പോയി എഴുതും. എന്നിട്ട് പറയും സൂരജ് സാറ് പറഞ്ഞു, എൻ്റെ പേര് സൂരജ് എന്നാണ്, പുതിയ വന്ന ആൾക്കാരോട് പറയാണ്, സൂരജ് സാറ് പറഞ്ഞു ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ എനിക്ക് മാത്സും ഇതൊക്കെ ഫുള്ള് കിട്ടുന്നു, പക്ഷെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ്. ഇത് ട്രെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ യു ഹാവ് ഒരു എഫേർട്ട്, ചെറിയ എഫേർട്ട് കൊടുത്താൽ മതി. ലോങ് ടേം മെമ്മറിലോട്ടേക്ക് ഒരു വട്ടം വായിച്ചാൽ തന്നെ എത്തിക്കാണ് എല്ലാം പരിപാടി ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം കേട്ടാ. പക്ഷെ ആ എഫേർട്ട് എടുത്ത് പഠിച്ച് അവിടെ പോയി ഇരുന്ന്, അല്ലാതെ ചുമ്മാ നോക്കിയിട്ട് എല്ലാം മണപ്പാടാക്കിയിട്ട് അല്ലെങ്കിൽ വയറ് കുത്തിയിട്ട് ഇങ്ങനെ കുത്തിയാലും കയറില്ല. എഫേർട്ട് എടുക്കുക ആൻഡ് വിഷ്വലൈസ്. നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ട്രിഗറിങ്സ് ഹാപ്പൻ ചെയ്യുന്ന ഒരു ഏരിയാസ് ഉണ്ട്. സ്റ്റുഡൻസ്, ഞങ്ങൾ IQEDയിൽ റിസർച്ച് ചെയ്യണ കുറേ മേഖലയുണ്ട്. ഒന്ന് AI റിസർച്ച് നടത്തുന്നുണ്ട്, ന്യൂറോജെനസിസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ റിസർച്ച് നടത്തുന്നുണ്ട്, സ്റ്റഡിങ് മെത്തഡോളജി സയൻസ് ഓഫ് എക്സാംസ് എന്നിട്ടൊരു കോൺസെപ്റ്റ് കൂടി നോക്കുന്നുണ്ട്. എക്സാംസിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ട്രിഗറിങ്സ് ഉണ്ട്. ട്രിഗറിങ്സ് എന്താണെങ്കിൽ ബെല്ലടിച്ചാൽ നിങ്ങൾ ബ്ലാങ്ക് ആവും ചില ആൾക്കാർ, പേപ്പർ തൊട്ട ബ്ലാങ്ക് ആവും ചില ആൾക്കാർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ ബ്ലാങ്ക് ആവും ചില ആൾക്കാർ. ഫുള്ളും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം അറിയാതിരിക്കാം. സോ ഇത് നിങ്ങളുടെ ട്രിഗറിങ്സ് ആണ്, ഇത് നിങ്ങളുടെ ട്രിഗറിങ് പോയിന്റ് ആണ്. ഒബ്സർവ് ചെയ്യുക, പോയിന്റ് കണ്ടെത്താം. അത് ഓൾറെഡി ഏതോ സമയത്ത് നിങ്ങളുടെ പാറ്റേൺ ആയി കഴിഞ്ഞതാ, മാറ്റാൻ പറ്റും. എങ്ങനെ? ആങ്കറിങ് എന്നൊരു മെത്തേഡിൽ ഇരിക്കാം, വിഷ്വലൈസ് ചെയ്യാം, അവിടെ പോയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫസ്റ്റ്, ഒരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി, ഐ എം ദ ബെസ്റ്റ്, ഐ എം ഗോണ ഡു ബെറ്റർ ഇൻ എക്സാംസ്. കാരണം ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചാണ് മെമ്മറി റീകളക്ഷൻ നമുക്ക് ഹഡിൽസ് കയറി വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫായി അല്ലെങ്കിൽ ബെല്ലടിച്ചു പേടിയായി, അപ്പൊ തന്നെ ഒബ്സർവ് ചെയ്ത ഹാർട്ട് ബീറ്റ് കൂടുന്ന കാണാം. ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണലാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റ് തന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടാം, അല്ലെങ്കിൽ ഒരു ട്രിഗറിങ്സ് ഉണ്ടാവാം. ആ ട്രിഗറിങ്സ് കണ്ടെത്തി നോട്ട് ചെയ്ത് വെക്കണം. ഒരു 90% ആൾക്കാർക്ക് മെമ്മറി അല്ല പ്രോബ്ലം, ഇതുപോലെ ഓരോ സ്മോൾ ട്രിഗറിങ്സുകളാണ് പ്രോബ്ലം. നിങ്ങൾ എല്ലാം പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്, എല്ലാം അറിഞ്ഞിട്ടാണ് പ്രസന്റേഷൻ പോയിരിക്കുന്നത്, പക്ഷെ അവിടെ ഈ
ട്രിഗറിങ്സ് കാരണം എന്ത് ചെയ്തു, ബാക്കിയുള്ളതിനെല്ലാം ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ കണ്ടെത്താം 7 days നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരു പിക്ചർ വെക്കുക. വിഷ്വലൈസ് ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്, വിഷ്വലൈസ് യുവർ സെൽഫ്. അവിടെ പോയിരുന്ന് എക്സാംസ് സൂപ്പർബായിട്ട് എഴുതണം. അവിടെ പോയിരുന്ന് പ്രസന്റേഷൻ അടിപൊളിയായി ചെയ്യണം. അവിടെ പോയി ഇരുന്നിട്ട് നിങ്ങളുടെ കണക്കുകളെല്ലാം സൂപ്പർബായി ചെയ്യണം. And your brain will accept it because you doesn't know the difference between reality and subconscious projection. You can't differentiate between reality and subconscious projection. Whatever you conditioned. That's why ഞാൻ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമ്മുടെ ഇതിലേക്കൊക്കെ എൻ്റെ അവിടുത്തെ സാറുണ്ട്, നമ്മുടെ എഡിസൺ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം ഓരോന്ന് പറയും, സേ ഐ ആം ദ ബെസ്റ്റ്, സേ ഐ ആം ദ ചാമ്പ്യൻ. ഞാൻ അന്ന് ചിന്തിച്ചു, ഇത് എന്തിനത് ഐ എം ദ ബെസ്റ്റ്, ഐ എം ദ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞത്. ഐ വിൽ ബി ദ ബെസ്റ്റ്, ഐ വിൽ ബി ദ ചാമ്പ്യൻ എന്നല്ല, ഐ ആം, ഞാൻ ആണ്. പിന്നെയാണ് സൈക്കോളജി ഏരിയയിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലാവും, വാവ് അവര് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കില്ലാത്തൊരു കാര്യം, എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു മേഖല വിചാരിക്കാം, ഞാൻ പറയണം ഐ എം ബെസ്റ്റ്, ഐ എം കോൺഫിഡൻറ്റ് ഇനഫ്, ഐ എം ബെസ്റ്റ്, ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഞാൻ എക്സാം എഴുതുമ്പോൾ ഞാൻ 100% അറ്റോഷനിലാണ് എക്സാം എഴുതാം. ഞാൻ എക്സാം എഴുതുമ്പോൾ 100% ഞാൻ അറ്റോഷനിലാണ് എക്സാം എഴുതാം. ഞാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ സൂപ്പർബായി പ്രസന്റേഷൻ ചെയ്യും. ഞാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ സൂപ്പർബായി പ്രസന്റേഷൻ ചെയ്യും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെയിന് പുറത്ത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതായിരിക്കും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ദ മൂമെന്റ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുവാണെങ്കിൽ സ്നാപ്പ് ഇറ്റ്. സ്നാപ്പ് മാത്രമല്ല, എനിക്ക് ഒരു പോയിന്റിക്ക് നോക്കുന്നതാണ് എൻ്റെ ട്രിഗറിങ് പോയിന്റ്സുകൾ. ഞാനത് യൂണിവേഴ്സൽ ട്രിഗറിങ് പോയിന്റ് ആക്കി. അതായത് ഞാൻ ക്ലാസ്സിൽ കയറും മുമ്പ് ഞാൻ ഒരു പോയിന്റിൽ നോക്കിയിട്ട് പറയും, ഇത് എൻ്റെ ക്ലാസ് ആണ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ വേൾഡിൽ ടീച്ചർ, ഏറ്റവും സൂപ്പർ ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, എവരി വിൽ ബി ട്രാൻസ്ഫോംഡ്. ആ ഒരു കണ്ടീഷനിങ് കൊടുത്തിട്ടാണ് ഞാൻ കയറേണ്ടത്. നിങ്ങൾ ഏതൊരു മീറ്റിംഗ് കയറുവാണ്, എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ അജിത് സാറിന്റെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഹൈ ആണ്. നിങ്ങൾ പുള്ളിയുടെ കണ്ണുണ്ടാവാം, ഒരു പോയിന്റിലേക്ക് ആളിങ്ങനെ നോക്കും, നോക്കി കഴിഞ്ഞിട്ടാണ് ഫോക്കസ് കംപ്ലീറ്റ്ലി എടുത്തിട്ടാണ് നോക്കുന്നുണ്ടാവാം. ഹി സ്റ്റാർട്ട് ടു കണ്ടീഷൻ ഹിംസെൽഫ്. കണ്ടീഷൻ അടിച്ച് ഏറ്റവും പീക്ക് എത്തുമ്പോൾ, ഏറ്റവും പീക്ക് പോയിന്റ് എത്തുമ്പോൾ പുള്ളി ഒരു ഇൻഫർമേഷൻ നോക്കും, ക്യാപ്ചർ ചെയ്യും. അതിന്റെ മെഡിറ്റേറ്റീവ് മോഡെല്ലാം അജിത് സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവാം. നല്ല ബ്യൂട്ടിഫുൾ ആയി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം, നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവാം. സോ ആങ്കറിങ് എന്നൊരു പൊസിഷൻ ക്ലിയർ അല്ലേ? ബേസ് ഓഫ് സൈക്കോളജി ആണ്, ഏത് മേഖലയിലും യൂസ് ചെയ്യാം. കണ്ടീഷനിങ് യുവർ ബ്രെയിൻ, അത്ര ഉള്ളൂ. പോയിന്റ് മനസ്സിലാക്കുക, കണ്ടീഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ എക്സാംസ് വന്നുകൊണ്ടിരിക്കാണ്, കണ്ടീഷൻ ചെയ്യപ്പോ കുട്ടികളുണ്ടതിൽ അവർക്ക് വേണ്ടിയിട്ട്, വലിയ ആൾക്കാർക്ക് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എനി പ്ലേസ്. കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു, condition it, visualize it. That's why Albert Einstein said visualization is more important than knowledge. അല്ലേ? വിഷ്വലൈസ് ഇറ്റ്. ആരോ എന്തോ ഇട്ടുന്നുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ സ്നാപ്പിംഗ് ഇറ്റ് ലീഡർ. നോ വറീസ്. സ്നാപ്പിംഗ് മാത്രമല്ല, ഇത് കണ്ടീഷനിങ് ആണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു ഉത്തരം, ഒരു സ്നാപ്പിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രിഗറിങ് എന്നുള്ള പോർഷൻ ഞാൻ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾ ചില ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ ഓർമ്മ വരാം. നിങ്ങൾ ചില കളേഴ്സ് കാണുമ്പോൾ ചില വേറെ മെമ്മറീസ് കയറി വരാം. ചില മ്യൂസിക് കേൾക്കുമ്പോൾ ചില വ്യക്തികളെ ഓർമ്മ വരാം, ചില സിറ്റുവേഷൻസ് ഓർമ്മ വരാം, അല്ലേ? നമ്മുടെ 5 സെൻസില് 5 സെൻസ് ത്രൂ ആണ് എല്ലാം ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ആങ്കറിങ്ങിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ പറയാം. ഇപ്പൊ ഒരാൾ ദേഷ്യത്തിലേക്ക, ഭയങ്കര പീക്കായിട്ട് ദേഷ്യം ഇങ്ങനെ ചെയ്തുകൊടുക്കുക,
പീക്കിലെത്തുമ്പോൾ ഞാൻ ബാക്കിൽ പോയിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ സ്നാപ്പ് ചെയ്ത് വിചാരിക്കാം. അങ്ങനെ എപ്പോ ആൾ ദേഷ്യപ്പെടണോ ട്രിഗറിങ് കൊടുക്കുവാണെങ്കിൽ എനിക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുടെ പീക്ക് ദേഷ്യം എത്തുമ്പോൾ നാപ്പ് ചെയ്ത് അതേ സെയിം സ്പോട്ടിലാക്കുകയാണെങ്കിൽ ആള് കാമായിട്ടിരിക്കുമ്പോഴും ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അതിന് റിഫ്ലക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ന്യൂറോൺസ് എവറി സെൽസ് വിൽ ബി പ്രോഗ്രാംഡ്. ഇതാണ് ഇങ്ങനെ വരുമ്പോൾ ഇഫ് ദിസ് ഇസ് എ റിസൾട്ട്, ഇഫ് ആൻഡ് ദെൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഒരു ദിവസം ഡീപ്പായി പഠിക്കാനുള്ളതാണ്. ഞാൻ എല്ലാവർക്കും അത് വളരെ ഈസി ആക്കി മനസ്സിലാക്കി തരാം, ഡോൺ വറി. പിന്നെ ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയും, മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോനടാ ശ്രദ്ധിച്ച് കേട്ടോ, ടഫായ ടോപ്പിക് ആണ്, കേട്ടില്ലെങ്കിൽ പോവും. ദിസ് ഇസ് കണ്ടീഷനിങ്. ഞാൻ പറയാ ടഫാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പോവും എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴും ശ്രദ്ധിക്കണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാലും നിങ്ങളിങ്ങനെ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു അറ്റൻഷൻ കൊടുക്കാത്തൊരു മൂവ്മെന്റ് ആകുമ്പോൾ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് അത് ട്രിഗറിംഗ് ആയി എടുത്തിട്ടുണ്ടാവാം. ഓവർ തിങ്ക് വരുമ്പോൾ സ്നാപ്പ് ചെയ്യാം. ഓഫ് കോഴ്സ് ബിഫോർ സ്നാപ്പിംഗ് ഈ സ്നാപ്പ് ചെയ്ത് മാത്രം കളിക്കരുത്. സ്നാപ്പ് ചെയ്യുന്ന മുമ്പ് ഈ സ്നാപ്പിംഗ് എന്തിനെന്നുള്ള കണ്ടീഷനിങ് കൊടുക്കണം. വൈ ദിസ് അല്ലെങ്കിൽ സ്നാപ്പിംഗ് മാത്രമല്ല, ഈ പാറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പോയിന്റിലേക്ക് നോക്കുന്നതാണ്. എനിക്ക് ഫോക്കസിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷനിങ് ഉള്ളത്. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് പറഞ്ഞുതരാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട്, നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യം. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എത്ര ഇമ്പാക്ട്ഫുൾ ആണ്. ഹൗ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് പ്ലേസ് ഗെയിംസ് വിത്ത് യു. ഹൗ ബ്യൂട്ടിഫുള്ളി യുവർ സബ് കോൺഷ്യസ്നെസ് പ്ലേസ് ഗെയിംസ്. നമ്മളൊരു കുട്ടിയാർന്ന് 7-8 വയസ്സ് വരെ ഉപബോധ മനസ്സ് മാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഏജിനുള്ളിലാണ് നമ്മുടെ കണ്ടീഷനിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. നമ്മുടെ നെയിം, ഡിഫൈൻ ആങ്കറിങ് ഇസ് നത്തിങ്. ഒരു കോൺസെപ്റ്റിനെ ഒരു ഇമോഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് ആങ്കറിങ്. ഇത് ചെയ്യുന്നത്, ഇതിനാണ് ആങ്കറിങ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇഫ് ഐ എം ഡൂയിങ് ദിസ്, ഐ എം ട്രിഗറിങ് ഹാപ്പിനെസ്. ഇഫ് ഐ എം ഡൂയിങ് ദിസ്, ഐ എം ഗോണ ഡു ദ ബെസ്റ്റ് ഇൻ എക്സാം. ഇഫ് ഐ എം ഡൂയിങ് ദിസ്, ഐ എം ഗോണ, ഇഫ് ദിസ് എന്നുള്ള ദ ലൈൻ ഓഫ് ബിലീഫ് സിസ്റ്റം ക്രിയേഷൻ ആണ് ആങ്കറിങ് എന്ന് പറയാം. സ്നാപ്പിംഗ് മാത്രമല്ല. ഇപ്പോ പണ്ട് ഒരു ഇത് പറഞ്ഞു, എക്സാമിന് മുമ്പ് ചോക്ലേറ്റ് കഴിക്കുന്ന അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എക്സാം മുമ്പ്. ദിസ് ഇസ് ഫോർ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് ഈ ഒരു പോർഷൻ സ്റ്റുഡന്റിന് വേണ്ടി മാത്രം, ബാക്കിയുള്ളവർക്കും ചെയ്യാം ഡിഫറെന്റ് വേർഷനായിട്ട്. എത്ര പേര് ചെയ്തിട്ടുണ്ട് എക്സാമിന് മുമ്പ് ചോക്ലേറ്റ് കഴിക്കുന്നത്? ഡാർക്ക് ചോക്ലേറ്റ്. ഓക്കെ, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടല്ലേ? എത്ര പേര് ചെയ്തിട്ടുണ്ടത്? എക്സാമിന് മുമ്പ് ചോക്ലേറ്റ് കഴിക്കുന്നത് ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ടോ? എന്നിട്ട് എന്തായി? ചോക്ലേറ്റ് കഴിച്ചു കഴിക്കാൻ ഇൻഫർമേഷൻ കിട്ടിയ എല്ലാം മെമ്മറി വന്നോ? ഇല്ല. ചൂയിങ് ഗം ഇസ് എക്സലന്റ്, ഹണി ഇസ് എക്സലന്റ്. ഓക്കെ, ശരിക്കും ചോക്ലേറ്റ്, നോ ഐ ഫോർഗോട്ട് എനിത്തിങ്. ബ്യൂട്ടിഫുൾ, അപ്രിഷിയേറ്റ് ഇറ്റ്. ശരിക്കും ചോക്ലേറ്റ് കഴിക്കണേലല്ല, you are distracted with each chat messages and discontinuing the explanation. Sorry, many explanation I half explained this. Oh, sorry Soumya, don't worry. അതെന്ന് വെച്ചാൽ ഈ ലൈവ് ആയിട്ട് നിങ്ങളുടെ ഓരോ ക്വയറീസും അപ്പൊ വിട്ടു പോകാൻ വേണ്ടിയിട്ടാ ഞാനത് പതുക്കെ ചെയ്തിട്ട് വരാം. ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സാധനമായിട്ട് ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ചോക്ലേറ്റിന്റെ സ്റ്റോറി എടുത്തിട്ടത്. ചോക്ലേറ്റ് സ്റ്റോറി എടുത്തിടാൻ കാരണം ഞാൻ പറഞ്ഞു തുടങ്ങിയ സാധനം ഇതായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ചോക്ലേറ്റ് കഴിക്കണേലല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. ചോക്ലേറ്റ് കഴിക്കണേലല്ല ഇമ്പോർട്ടൻസ്. ആ ചോക്ലേറ്റും ഞാൻ എന്തിനാണ് കഴിക്കണത് എന്നുള്ള തോട്ടിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്.
ഞാൻ ഇന്ന ടേസ്റ്റ് ട്രിഗർ ചെയ്യുമ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമിന് പഠിക്കാതിരിക്കാം, ഇന്നൊരു ടേസ്റ്റ് ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് എക്സാമിന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുളി ടേസ്റ്റുള്ള സാധനം കഴിച്ചിട്ടാണ് എക്സാമിന് ഇരിക്കുന്നത്. അത് എഴുതുമ്പോൾ നമ്മൾ എന്തുണ്ടാവും? ഞാൻ വിചാരിക്കാണ് എനിക്ക് പഠിച്ചു, എല്ലാം പഠിച്ച് എനിക്ക് ഓർമ്മ കിട്ടണു, എക്സാം സമയത്ത് പോയിരിക്കണു, അതേ സെയിം ടേസ്റ്റ് ട്രിഗർ ചെയ്യാം, ആങ്കറിങ് ചെയ്യാം, അതേ സെയിം ടേസ്റ്റ് ആങ്കറിങ് ചെയ്യാം, ബെറ്റർ ഓർമ്മ ഉണ്ടാവും. എഗെയിൻ ടേംസ് ആൻഡ് കണ്ടീഷൻ, അവിടെ ചോക്ലേറ്റ് കഴിച്ച് പഠിക്കണം, അല്ലാണ്ട് പുഴുപ്പല്ല് വരും വരെ ചോക്ലേറ്റ് കഴിച്ചിരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞൊരു ഏരിയ കംപ്ലീറ്റ് ചെയ്യാം. അമ്മ എന്നുള്ള വാക്കാണ് ആദ്യം എല്ലാവരും വിളിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ശ്രദ്ധിച്ച് കേട്ടോ. മോം, മദർ. അമ്മ എന്നുള്ള വാക്ക് ഒരുവിധ ആൾക്കാർ ചിലപ്പോൾ, കാരണം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് നിങ്ങളൊപ്പം ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അമ്മ എന്ന് പറയാം. നിങ്ങളുടെ ബ്രെയിനിന് ലേണിങ്ങിന്റെ ആദ്യത്തെ സ്റ്റേജാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും എങ്ങനെയാണ് ലേൺ ചെയ്യണു? ഒരു സ്ത്രീ, ഒരു ഗുഡ് ലുക്കിംഗ്, നല്ല രീതിയിൽ നിങ്ങളെ പാമ്പർ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മുഖം, അപ്പൊ നിങ്ങൾ അറിയില്ല ഇതെന്താ സംഭവം, പക്ഷെ ആള് കംഫർട്ട് ചെയ്യണു നമ്മളെ. ആൻഡ് ആള് പറഞ്ഞു കൊടുക്കണം അമ്മ അമ്മ അമ്മ. ആൻഡ് ആ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നു. അപ്പൊ ആ ശബ്ദമാണ് അമ്മ അമ്മ. അപ്പൊ അമ്മ പാല് തരാലോ, അമ്മ പാപ്പം തരാലോ, അമ്മ അമ്മ എന്ന് കേട്ട് കേട്ട് ഇങ്ങനെ ആ സൗണ്ട് ട്രിഗർ ഇടാറുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി യുവർ സെൻസസ് വിൽ ബി സ്റ്റാർട്ടിങ് ടു അമ്മ അമ്മ എന്ന് വിളിക്കാൻ ഈഗർ ചെയ്യും. അപ്പൊ മോം എന്നുള്ള വാക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആ നെയിം ആ വുമണായിട്ട്, ആ സ്ത്രീയായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാണ്. ഞാനൊരു ലേണിംഗ് പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ടാ. ഞാൻ മോം സ്ത്രീ എന്നൊക്കെ വിളിക്കുമ്പോൾ ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഒരു മിസ്സായി ചിന്തിക്കരുത്. ആ വേർഡ് അമ്മ, ആൻഡ് ഞാൻ എപ്പോ കരയുന്നു, ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്, ഞാൻ എപ്പോ വിഷമിച്ച് കരയുന്നോ അമ്മ എന്നുള്ള വാക്ക് അസോസിയേറ്റ് ചെയ്ത സ്ത്രീ വരുന്നു, എന്റെ കരച്ചിൽ മാറ്റുന്നു. ഞാൻ എപ്പോ കരയുന്നു അമ്മ എന്നുള്ള വാക്ക് അസോസിയേറ്റ് ചെയ്ത സ്ത്രീ വരുന്നു, എന്റെ കരച്ചിൽ മാറ്റുന്നു. ഞാൻ എപ്പോ കരയുന്നു അമ്മ എന്നുള്ള വാക്ക് അസോസിയേറ്റ് ചെയ്ത സ്ത്രീ വരുന്നു, കരച്ചിൽ മാറ്റുന്നു. എപ്പോ കരയുന്നു അമ്മ എന്നുള്ള വാക്ക് അസോസിയേറ്റ് ചെയ്ത സ്ത്രീ വരുന്നു, കരച്ചിൽ മാറ്റുന്നു. സ്ലോലി യുവർ സബ് കോൺഷ്യസ്നെസ്സിൽ ഏറ്റവും മുകളിൽ അസോസിയേഷൻസ് അമ്മ അമ്മ. ഇത് ഡീപ് ഡൗൺ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡില് അമ്മയുടെ അർത്ഥം എന്താണെന്ന് അറിയും നിങ്ങളുടെ ഉള്ളില്. അമ്മേനെ പല ഡിഫറെന്റ് മീനിങ്സിലായിരിക്കും അതിനെ പൊസിഷൻ ചെയ്യുക. കണ്ടീഷൻ മീനിങ് അമ്മ എന്നുള്ള വാക്കിൽ ഒരു മീനിങ് ഉണ്ട്. അമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഹെൽപ്പ് വരും എന്നാണ് ഇപ്പോഴും നിങ്ങൾ സബ് കോൺഷ്യസ്നെസ്സിൽ വിചാരിക്കുന്നത്. ആ ശബ്ദം പുറത്തെടുക്കുമ്പോൾ ഹെൽപ്പ് വരുമെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ വഴുക്കി വീഴാൻ പോകും അമ്മേ എന്നല്ല വിളിക്കുന്നത്. എന്തുകൊണ്ട് ഒരു പെയിൻ വരുമ്പോൾ ഫസ്റ്റ് അമ്മ അമ്മേ, എന്തുകൊണ്ടാ മോം എന്നുള്ള വാക്കിലേക്ക് ഫസ്റ്റ് പോകുന്നത് അറിയോ? ഡീപ് ഡൗൺ ഇൻ എ സബ് കോൺഷ്യസ്നെസ് യു ഹാവ് ഓൾറെഡി പ്രോഗ്രാംഡ്. വെന് നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഹെൽപ്പ് വരുന്നു, കരച്ചിൽ മാറ്റുന്നു, ഹെൽപ്പ് വരുന്നു, കരച്ചിൽ മാറ്റുന്നു. ആപത്ത് സമയത്ത് ആ വാക്ക് ട്രിഗർ ചെയ്യണം എന്നുള്ള കണ്ടീഷനിങ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. സോ സി, നിങ്ങൾ മുമ്പിൽ കാണുന്ന പ്രോഗ്രാമിംഗ് അല്ല അടിയിൽ. നിങ്ങൾ ലൈഫ് ഇത് തന്നെയാണ് ലൈഫ് എന്ന് ബിലീവ് ചെയ്ത് പോകുമ്പോൾ ബാക്ക് എൻഡിൽ ചെറിയ മൈന്യൂട്ട് ആക്ഷൻസ് വരെ ഡേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളെ മടിയനാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? മടി എന്നുള്ള കാര്യം കയറി വരാൻ കാരണം ബ്രെയിനിന് കൂടുതൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല. ഇറ്റ്സ് എ ബയോളജിക്കൽ, ബട്ട് യു ഷുഡ് കണ്ടീഷനിങ് ഇറ്റ്. അത് പതുക്കെ ഞാൻ കണ്ടീഷനിങ് ചെയ്തു തരാം. അപ്പൊ ഇതാണ് ആങ്കറിങ് എന്റെ ഒരു കോൺസെപ്റ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ്. ഓരോ വാക്കുകൾ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാ? പുതിയ പുതിയ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഉള്ളിലോട്ടേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പുതിയ ലാംഗ്വേജ് പഠിപ്പിച്ചു തരാം, പുതിയൊരു ലാംഗ്വേജ് ലൈവായിട്ട്. എന്തത്? ഇത് ഞാൻ അക്യൂർഡ് ലേണിംഗ് സിസ്റ്റം. മോനെ അഡ്മിനിസ്ട്രേറ്ററെ, തെറ്റായിട്ടുള്ള സ്വിച്ചുകൾ അമർത്തല്ലേ. ഓക്കെ, പുതിയ ലാംഗ്വേജ് ശ്രദ്ധിച്ചു കേട്ടോ. ഇത് എത്രയൊക്കെ ലാംഗ്വേജ് അറിയാൻ നോക്കാം.
എജാറ വികാസു തൃശൂർ. എന്താ മനസ്സിലായേ? ടൈപ്പ് ഡൗൺ ചെയ്യാം. എജാറ വികാസു തൃശൂർ. എന്തെങ്കിലും മനസ്സിലായോ? കുറച്ചു പേര് എന്റെ മുമ്പത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. എന്റെ അമ്മേ. എജാറ വികാസു തൃശൂർ. എജാറ എജാറ വികാസു തൃശൂർ. എജാറ വികാസു തൃശ്ശൂർ. അല്ല, എന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഈ ടോപ്പിക് എടുത്തിട്ടില്ലല്ലോ. ഇത് എന്റെ പഴയ പഴയ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്റെ വീട് തൃശ്ശൂർ എന്നുള്ള വാക്ക് കിട്ടണമെങ്കിൽ എന്റെ ഐക്യഡ് ആപ്പിനുള്ളിൽ ഉണ്ടല്ലോ. ഓ, ഓക്കെ, സോറി. എജാറ വികാസ് തൃശ്ശൂർ എന്നുള്ള വാക്ക് ഇത് പുതിയ ലാംഗ്വേജ് ആണ്. വേറെ ആരുടെ ഇല്ല. ഞാൻ എജാറ എന്നിങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തു എജാറ എന്നുള്ള വാക്ക് എന്റെ എന്റെ വികാസു വികാസു വീട്, മറ്റേ പഞ്ചാബി ഹൗസിൽ ചോദിക്കണ പോലെ തൃശ്ശൂർ. സോ നിങ്ങൾ ഓരോ വേർഡും ഓരോ ഇതും അസോസിയേറ്റ് ചെയ്തു അത് ലേൺ ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പുത്തൻ വാക്ക് നിങ്ങൾ പഠിക്കാൻ പോവാം. സ്പെല്ലിങ്. ഇപ്പൊ സ്പെല്ലിങ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. പുതിയ ഭാഷ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഞാൻ പതുക്കെ സൈക്കോളജിക്കൽ കോൺസെപ്റ്റുകളിൽ നിന്നാണ് ആപ്ലിക്കേഷൻ ലെവൽ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ആങ്കറിങ് എക്സ്പ്ലെയിൻ ചെയ്തു. ആങ്കറിങ് ത്രൂ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇത് പൊസിഷനിങ് ചെയ്യാം. പഠിക്കേണ്ട കുട്ടികൾക്ക് എങ്ങനെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ, വർക്കിംഗ് പ്രൊഫഷണൽസിൽ എങ്ങനെ, ഇപ്പൊ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ, എത്ര പേര് കഴിഞ്ഞൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത എത്ര സ്റ്റുഡൻസ് ബേൺ ഡൗൺ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. പുതിയ കുട്ടികൾക്ക് പറഞ്ഞു തരാം അതൊക്കെ. ഡോണ്ട് വറി, വാക്കുകൾ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. റിലാക്സ്, സ്റ്റേ റിലാക്സ്. ഓക്കെ, ലിറ്റിൽ വർഗീസ് ഐ ഡിഡ് ഗ്രേറ്റ് 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 ഗ്രേറ്റ്. ഒറ്റൊരാൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ രോഹിത് ഐ ഡിഡ് ഫസ്റ്റ് ഐ ഡിഡ്. കഴിഞ്ഞ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സർ. നോ വറീസ് നോ വറീസ് നോ വറീസ്. എൻ്റെ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൈം പറയും. 7 days നമ്മൾ ഒരുമിച്ചിരിക്കാൻ പോവാട്ടോ. നെക്സ്റ്റ് ഫെബ്രുവരിയിൽ 7 ദിവസം ഒരുമിച്ച് നമ്മൾ എല്ലാം നൈറ്റ് നമ്മൾ ഒരുമിച്ച് ഇരിക്കാൻ പോവാ. ക്ലാസ് പ്രിപ്പയർ ചെയ്ത് ഇരുന്നോളം എല്ലാവരും. കാരണം ആ 7 days നിങ്ങൾ ഒരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാനും അത് സാറും ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിസർച്ചിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. ഇപ്പൊ 7 days ചുമ്മാ ചാലഞ്ച് ചെയ്ത ആൾക്കാർക്ക് ഈ റിസൾട്ട് ആണെങ്കിൽ ഐ എം എ നീറ്റ് ആസ്പിരന്റ്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഇപ്പൊ എത്ര പേരെ കഴിഞ്ഞു? ബോൺ ഡൗൺ ചെയ്യുന്ന എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാം. അത് വളരെ ക്രൂഷ്യലാണ്. അത് എന്തെന്നുള്ള കാര്യം ലാസ്റ്റ് 15 minutes എല്ലാവർക്കും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പുതിയ വന്ന എല്ലാ കുട്ടികൾക്ക് ഈ എക്സസൈസുകൾ വീണ്ടും 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 പറഞ്ഞു തരുന്നുണ്ടാവും. ഇപ്പൊ ഈ എടുത്ത ക്ലാസ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ സെഷൻസ് എടുത്തുകൊണ്ടിരിക്കും. ഫെബ്രുവരി ഡേറ്റ് എല്ലാവർക്കും നമുക്ക് പറയാം. അത് എന്തായാലും അറ്റൻഡ് ചെയ്യാം. 7 days കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സ്റ്റുഡൻസിനും ഐ ക്യാൻ ബോർഡ് എക്സാംസ് അല്ലേ. ഡോണ്ട് വറി ഡിയർ രോഹിത്, നമുക്ക് വേറൊരു ഡേറ്റിൽ വീണ്ടും ഇത് എടുക്കാം. സെവൻ ഡേയ്സിൽ ഈവനിങ് 7 മണിക്ക് ഇരിക്കാം. എൻ്റെ ഒപ്പം ഇരിക്കാം. ഞാനായിരിക്കും ഹെഡ് ഉണ്ടാവാം. ഒപ്പം ഇരിക്കാം. അടിപൊളിയായി. ഇവൻ ബോർഡ് എക്സാം ഉണ്ടെങ്കിലും ഇരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന് പോവാം. ബോർഡ് എക്സാം ഒക്കെ പറഞ്ഞ് എഴുതിപ്പിക്കാം. നമുക്ക് ഒരു പ്രശ്നമില്ല. ബ്രെയിൻ നമുക്ക് സൂപ്പർബ് ആക്കി തരാം. ഞാൻ ക്ലീൻ ആക്കി തരാം. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആണ് ചില കാര്യങ്ങൾക്കൊക്കെ. ചുമ്മാ കുറെ നേരം പഠിക്കുന്നു, ചുമ്മാ കുറെ സ്ട്രെസ് എടുക്കുന്നു. ഇതൊക്കെ ആവശ്യമില്ല. 1 മണിക്കൂറുകൾ ഡെയിലി പഠിച്ചു പോകാനുള്ള പ്രോഗ്രാമിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് മൊത്തമുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിച്ചെടുക്കാനുള്ള ബ്രെയിൻ കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നാണ് സയൻസ് പറയുന്നത്. അജിസ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 7,000+ ബുക്സ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്.
അതുകൊണ്ടൊക്കെയാണ് സിവിൽ സർവീസ് പോലെ എക്സാംസ് ഒക്കെ ഈസി ആയിട്ട് പുള്ളി പാസ്സായി പോയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് 2 വട്ടം ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഫെയിലായത്. കാരണം അദ്ദേഹം മാതൃഭാഷയെ അത്രയേറെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. മലയാളത്തിലാണ് 2 വട്ടം ഇത് കൊടുത്തത്. അപ്പൊ അതൊരു ഇതായി പോയി. ബൗ ഡി ജെ അല്ല കുഞ്ഞെ, 7 days എക്സസൈസ് നമ്മള് സിമ്പിൾ ഡേറ്റ് പറയാം. ഡേറ്റ്സ് എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഓക്കെ, സോ ഇതേ വരെ എടുത്തതില് കൺഫ്യൂസിങ് ഉള്ള എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പണ്ടത്തെ മുമ്പത്തെ 7 days ചാലഞ്ച് വീണ്ടും എടുക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഒന്നുമില്ല അല്ലേ. സൂപ്പർ ക്ലിയർ ആണോ? ആങ്കറിംഗ് ടെക്നിക് സൂപ്പർ ക്ലിയർ ആണോ? ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട്, ഒരു ന്യൂ വേർഡ് പഠിക്കുന്ന ഒരു മെത്തഡോളജി. ഓക്കെ, സൂപ്പർ ക്ലിയർ ആണെങ്കിൽ ടൈപ്പ് ഐ എം ഹാപ്പി. ടൈപ്പ് ഐ എം ഹാപ്പി. നിങ്ങളൊരു ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ റെക്കമെൻഡേഷൻ തരുന്നത്. ഇത് സൂപ്പർ ക്ലിയർ ആണെങ്കിൽ ടൈപ്പ് ഐ എം ഹാപ്പി. ഇത് സൂപ്പർ ക്ലിയർ ആണെങ്കിൽ ടൈപ്പ് ഐ എം ഹാപ്പി. ഓക്കെ, അമേസിങ് അമേസിങ്. ഓക്കെ, ആൻഗ്രിക് ഒന്നുകൂടി പറയാം. ആൻഗ്രിക് ജസ്റ്റ് നത്തിങ്, ബ്രെയിനില് ട്രിഗറിങ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓരോ സ്വിച്ചുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന സ്വിച്ച് അമർത്തിയ ഹാപ്പിനെസ്, ഇന്ന സ്വിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് മെമ്മറി കൂടുന്നു, ഇന്നതാക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ പൊസിഷൻ പിടിക്കുമ്പോൾ. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയില്ലേ, ഞാൻ ഇങ്ങനെ എപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് മെമ്മറി കിട്ടും. ഇത് കണ്ടീഷനിങ് ആണ്. നിങ്ങളുടെ ബ്രെയിനിന്റെ റിയാലിറ്റിയും സബ് കോൺഷ്യസ് പ്രൊജക്ഷൻ തമ്മിൽ തിരിച്ചറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മണ്ടനാണ് എന്ന് പറയുകയാണെങ്കിൽ ബിലീവ് ചെയ്യും. അയ്യോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കില്ല കേട്ടോ, അയ്യോ ഇത്രയും പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും ഒക്കില്ല, അയ്യോ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാണ്ട് അത് പറ്റില്ല എന്ന് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ യുവർ സെൽഫ് അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ പറയുന്നത്. ക്ലിയർ? ഓക്കെ, നിങ്ങളൊരു ഡിക്ഷണറി ഉണ്ടോ കയ്യില്, എല്ലാവരുടെ കയ്യില്? കുറച്ച് പേരിലില്ല, കുറച്ച് പേരിലുണ്ട്. ഓക്കെ, ഞാനൊരു പുതിയൊരു വേർഡ് ഞാൻ എടുത്തതിലേക്ക് ഇടാൻ പോവാണ്. നിങ്ങളത് പഠിക്കാൻ പോവാം. നിങ്ങളെല്ലാവരും ആ വാക്ക് ഐ ഹാവ് ഫ്രഞ്ച് ഓഫ് റമീസ, നിങ്ങൾ പുതിയൊരു വേർഡ് പഠിക്കാൻ പോവാണ് എല്ലാവരും. ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആ കണ്ണൂസ് എന്ത് പറ്റി? വെരി വെരി ഷോക്ഡ് എന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ന്യൂ വേർഡ്. അയ്യോ, ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് പോയി. അതിൽ നിങ്ങൾ ഏതെങ്കിലും ന്യൂ വേർഡ് അതിൽ കിട്ടും. കാരണം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ള ഫ്ലാബഗാസ്റ്റ് എന്ന് പറഞ്ഞ വേർഡാണ്. അത് കുറെ പേർക്ക് വലുതായിട്ട് തോന്നാറുണ്ട്. ബോയ് മാൻ, അദ്വൈതിട്ടൊരു വേർഡാണ് ബോയ് മാൻ. ബോയ് മാൻ. രോഹിതിട്ടു സൂപ്പർ കാലി ഫ്രക്ലിസ്റ്റിക്സ്.
രോഹിത്തെ ഓക്കെ, എന്നാ അത് പഠിച്ചല്ലോ, ആ വേർഡ്. ഓക്കെ, ഏറ്റവും ടഫസ്റ്റ് വേർഡ് ഇട്ടിട്ടുണ്ട് അല്ലേ? രോഹിത് ഇട്ടൊരു വേർഡ് നമുക്ക് പഠിക്കാം. അല്ല, ഇപ്പം രോഹിത് ഒരു വേർഡ് ഇട്ടുണ്ട്, രോഹിത് ആർ. ആ വേർഡ് നമുക്ക് പഠിച്ചു നോക്കാം. അതിന്റെ അർത്ഥം കൂടി ഒന്ന് ഇട്ടേ നോക്കട്ടെ. ചെറിയ അർത്ഥം തോന്നുന്നുണ്ട്. സൂപ്പർ, SUP. ഞാനിനി എല്ലാവരും കണ്ണടച്ചേ, എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ. സ്വിച്ച് ഓൺ ക്യാമറ. എനിക്ക് എല്ലാവരും വിശ്വാസമുണ്ട്, അതുകൊണ്ട് സ്വിച്ച് ഓൺ ക്യാമറ. എനിക്ക് എല്ലാവരും വിശ്വാസമാണ്. സ്വിച്ച് ഓൺ ക്യാമറ. സത്യം വിശ്വാസമാണ്. സ്വിച്ച് ഓൺ ക്യാമറ. ഞാൻ പറയുമ്പോൾ വേർഡിന്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 തെറ്റിപ്പോയി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 31 വേർഡ്സ് ഉണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ 31 വേർഡ്സ് നമ്മുടെ സുഹൃത്തായ രോഹിത് ആറിട്ട് 31 വേർഡ്സും പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും കണ്ണടച്ചോ, എല്ലാവരും കണ്ണടച്ചോ. എവ്രി വൺ ക്ലോസ് യുവർ ഐസ്. ഞാൻ ആദ്യം ഇതിന് പ്രൊനൗൺസിയേഷൻ ഒന്ന് അടിച്ചു നോക്കട്ടെ കേട്ടാ. അവസാനം ഞാൻ തെറ്റ് പഠിപ്പിച്ചതുകൊണ്ടാ. നിങ്ങൾ സ്പെല്ലിംഗ് എല്ലാം പഠിക്കും, പക്ഷെ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിച്ച് തെറ്റായ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരും ഐക്യയുടെ കാര്യം. രോഹിത്തെ, നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ അത്? ഇരുപത്തി മിടുക്കനുണ്ട്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്തോ. പറ്റും സർ. ഒന്ന് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. Supercalifragilisticexpialidocious. ബ്രില്യൻ ബോയ്സ്. രോഹിത്ത് നമ്മുടെ ഒപ്പം കഴിഞ്ഞ ഒരു 2 മാസമായിട്ടുള്ള സ്റ്റുഡന്റ് ആണ് അല്ലേ രോഹിത്തെ? Yes. ഒന്നുകൂടി പറഞ്ഞേ. Supercalifragilisticexpialidocious. ആ വാക്ക് അത് നമ്മൾ പഠിക്കാൻ പോകണ്ട. എല്ലാരും കണ്ണടച്ചോ. രോഹിത് കണ്ണുറന്നിരുന്നോ? ബാക്കി എല്ലാരും കണ്ണടയ്ക്കുക. ഞാൻ പറയുമ്പോ ആ വാക്ക് ഒന്നുകൂടിയും പറഞ്ഞാൽ മതി. എനിക്ക് നാവിനൊരു കുഴപ്പമുണ്ട്, എല്ലാം വാക്ക് ഒതുങ്ങൂല. കുഴപ്പമില്ല, എനിക്ക് നാവിന് കുഴപ്പമില്ല. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല കേട്ടാ. ബാക്കി എല്ലാവരും കണ്ണടച്ചേ, നമ്മൾ പഠിക്കാൻ പോവാം. അപ്പൊ സൂപ്പർ കാലിഫ്രാഗിലിസ്റ്റിക് എക്സ്പിലിയഡോഷ്യസ് അല്ലേ? Yes. നമ്മൾ ആദ്യം സൂപ്പർ എന്നുള്ള വാക്ക് പഠിക്കണം. SUPER. കണ്ണടച്ചിട്ട് എല്ലാവരും ഒരു വൈറ്റ് ബോർഡ് വിഷ്വലൈസ് ചെയ്യും. ഫോക്കസ്. I want all your focus. I want to prove you guys are amazingly great. മെമ്മറിയിൽ everyone here is amazingly superb. ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ് ഇപ്പോ. ഓക്കെ, ഇമാജിൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വൈറ്റ് ബോർഡ് ആണുള്ളത്. പിക്ചർ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ്. നിങ്ങൾ തന്നെ അതിലവിടെ നിൽക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാർക്കർ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യട്ടാ. ഒരു ബ്ലാക്ക് മാർക്കർ പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. കണ്ണടക്കി. തല്ലോട്ടുണ്ടാക്കല്ലേ ജഗത് കൃഷ്ണ. കണ്ണടച്ച് നല്ല രസത്തില് ഇമാജിൻ ചെയ്യ്. ഓക്കെ, നിങ്ങൾ അവിടെ നിൽക്കുവാണ് ബ്ലാക്ക് പെൻ പിടിച്ചിട്ട്. ബ്ലാക്ക് പെൻ പിടിച്ച് ആദ്യം എഴുതാൻ പോണ് S. ഇമാജിൻ ചെയ്യ്. S എഴുതി UPER. സൂപ്പർ.
SUPER, സൂപ്പർ. നിങ്ങൾ സ്പേസ് ഇട്ടു, സ്പേസ് വരയായിട്ടുള്ള സ്പേസ് ഇട്ടിട്ട് കാലിഫ്രാഗ്, കാലിഫ്രാഗ്. സി നിങ്ങൾ എഴുതാൻ പോവാണ്. CALI, കാലി. ഫ്രാഗിന് പകരം FRAG ആണ്. ഫ്രോഗ് അല്ല, FRAG. കാലില് ഫ്രോഗ് എന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കാലിമ ഫ്രോഗ്, സൂപ്പർ ആയിട്ട് നിങ്ങളുടെ കാലിമ ഒരു ഫ്രോഗ് ഉണ്ട്. അപ്പൊ SUPER എഴുതി. ഞാൻ കുറച്ചു പേർക്ക് ഇത് അയ്യോ എന്നൊക്കെ പറയണ്ടായിട്ടില്ലല്ലേ. SUPER CALIFRAG. വീണ്ടും സ്പേസിൽ ഇലി സ്റ്റിക്ക്, എലി പോലിരിക്കണ സ്റ്റിക്കാണത്. ഇലി സ്റ്റിക്ക്. അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ എഴുതാൻ പോവാണ് കേട്ടാ. നിങ്ങൾ എഴുതാൻ പോ വിഷ്വലൈസ് ചെയ്യുക. ബോർഡിൽ I എഴുതിയ LISTIC. ബോർഡിൽ എഴുതുക. മുമ്പ് എഴുതുന്നത് മറന്നു പോയാലും ഒരു കുഴപ്പമില്ല. റിലാക്സ് 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 റിലാക്സ്. ഭയങ്കര റിലാക്സ് ചെയ്ത് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇലിസ്റ്റിക് എഴുതുമ്പോൾ ILISTIC. ആദ്യം സൂപ്പർ എന്ന് എഴുതി, പിന്നെ കാലിൽ ഫ്രോഗ് ഉണ്ടായിരുന്നു, പിന്നെ എലി പോലെ ഒരു സ്റ്റിക്ക് കണ്ടു. ഇലി സ്റ്റിക്ക്, ILISTIC, ഇലിസ്റ്റിക്. എക്സ്പിള, അപ്പുറത്തെ ഏതാ എക്സ്പിള്ള, നമ്മുടെ ആർമിയിലത്തെ എക്സ്പിള്ള അങ്ങനെ മതി. EX നിങ്ങൾ എഴുതുവാണ് PLIA, പ്ലിയ. സോറി, പിള്ള അല്ല കേട്ടാ, പ്ലിയ. പ്ലിയ, എക്സ് ആയ പ്രിയ എന്ന് അങ്ങനെ ആലോചിച്ചാൽ മതി. EXPLIA. വീണ്ടും സ്പേസ് ഇട്ടിട്ട് ഡോഷ്യസ്. കോൺഷ്യസിന്റെ ഷ്യസും ഡൂവാണ് അതിൽ വരുന്നത്. അപ്പം DOCIOUS നിങ്ങൾ എഴുതി. കംപ്ലീറ്റ് ആയി. ഇനി റിലാക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ വീണ്ടും എഴുതാണ് സൂപ്പർ, SUPER. കാലിഫ്രോഗ്, CALIFRAG. ക്ലിയർ ആയി എഴുതിയോ? ഇനി ഇലിസ്റ്റിക്, ILISTIC, ഇലിസ്റ്റിക്. പിന്നെ എക്സ്പിളാന്നാണ്. EXPLIA എഴുതി. EXPLIA. പിന്നെ ഡൂഷ്യസ്, DO, CIOUS, ഡൂഷ്യസ്. ലക്ഷ്മി, റിലാക്സ്, ഡോണ്ട് വറി. ലക്ഷ്മി സുരേഷ്, നിങ്ങൾ വീണ്ടും ഇപ്പോൾ നിങ്ങൾ ഒരു യാത്ര കാറിൽ പോയോണ്ടിരിക്കുക. ഒരു യാത്ര പതുക്കെ പോയോണ്ടിരിക്കുക. കണ്ണടച്ചേ എല്ലാവരും, റിലാക്സ് ചെയ്തേ. യാത്ര പോയോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബോർഡ് കാണുന്നത് സൂപ്പർ എന്നാ. സൂപ്പർ. പതുക്കെ വണ്ടി നേരെ പോവാ. അത് ഒരു പച്ച ബോർഡിൽ വെള്ള അക്ഷരത്തിലാണ് എഴുതിക്കുന്നത്. ഗ്രീൻ ബോർഡിൽ വെള്ള അക്ഷരത്തിൽ സൂപ്പർ എഴുതിയിട്ടുണ്ട്. നേരെ വീണ്ടും പോകുമ്പോൾ കാലിൽ ഫ്രോഗ് ആയിട്ട് ഒരുത്ത് നിൽക്കണു. അതിൻ്റെ അപ്പുറത്ത് കാലി ഫ്രോഗ് എന്ന് എഴുതിയേക്കണു. CALIFRAG ആണ്. ഫ്രോഗിന്റെ OG അല്ല, AG, A for apple and G. You are teaching wrong spellings. Okay. ഈ മോനെ ഇത് സ്പെല്ലിംഗ് നേരെ കോപ്പി പേസ്റ്റ് ഇട്ട് തരണേ. പിന്നെ എക്സ്പ്ലിയ അല്ല, ഇലിസ്റ്റിക്,
അടുത്തതിൽ പോകുമ്പോൾ ILISTIC. ILISTIC. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് എക്സ്പ്ലിയ. EXPLIA. EXPLIA. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഡു എന്ന് എഴുതിയിട്ടുണ്ട്. DO. തൊട്ട് സൈഡിൽ CIOUS. സൗമ്യ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൗമ്യ, സോറി, ഞാൻ നേരത്തെ എഴുതിയ ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇവിടെ പിയ ആണ്. പിയ ആണെന്ന്, ഇല്ലാന്ന്. രോഹിത് മോനെ സ്പെല്ലിംഗ് ഒക്കെ ശരിയൊക്കെ എഴുതി നോക്കട്ടെ. ആദ്യം എഴുതിയ ലെറ്റർ അല്ല, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതിന്റെ തെറ്റാണോ? ഓക്കെ സോറി. വെറുതെ ഒന്ന് തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്തിട്ടേ റീവർക്ക് ചെയ്യണം. എക്സ്പ്ലിയയുടെ ഇല്ല, പിയ ഉള്ളോ? പിയ ഭയങ്കര ഈസി ആയി. ഇപ്പോ വളരെ ഈസി ആയി. എക്സ്പിയ ഇല്ല. ആ എല്ലൊന്ന് ഒടിച്ച് കളഞ്ഞ് മൈൻഡില്. ഇല്ല കേട്ടാ. ഞാൻ ഒന്നുകൂടി പറയാം. SUPER. സൂപ്പർ. CALIFRAG. കാലിഫ്രാഗ്. ഇലിസ്റ്റിക്. ILISTIC. എക്സ്പിയ വളരെ ഈസി ആയി. എക്സ്പ്ലിയ ഇല്ല, പിയ ഉള്ളോ? ഇല്ല. നമ്മൾ കാലോണ്ട് ഒടിച്ച് കളഞ്ഞു. എക്സ്പിയ. അപ്പുറത്ത് ഡൂഷ്യസ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിട്ട് ഒരു ബുക്കിൽ ആ സ്പെല്ലിംഗ് എഴുതിയ. കണ്ണടച്ചിട്ട് ആ ബുക്കിൽ ആ സ്പെല്ലിംഗ് എഴുതിയ എല്ലാവരും. സൂപ്പർ കാലിഫ്രാഗ് ഇലിസ്റ്റിക് എക്സ്പിയ ഇല്ല ഡൂഷ്യസ്. പേടിക്കണ്ട. ഈ വാക്ക് ഇവൻ എത്ര പേർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? പറഞ്ഞതിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ച എല്ലാവരും ടൈപ്പ് ഹാപ്പി. ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ ചെറിയ റോങ് ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കുക. ഞാൻ നേരെ അവിടെ മുകളിൽ കണ്ട സാധനം നേരെ എടുത്ത് എഴുതാൻ നോക്കിയതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് സൗമ്യ, തെറ്റിദ്ധരിച്ച് തന്നതിന്. താങ്ക് യു സൗമ്യ. കാരണം തെറ്റിദ്ധരുത്തുമ്പോൾ താങ്ക് യു പറയണം. സോ ഹാപ്പി. നോ വറീസ് രോഹിത്. മൈ മിസ്റ്റേക്ക് എഴുതേണ്ട ആവശ്യമില്ല. നോ വറീസ്. ബട്ട് ഐ എം ഹാപ്പി യു കുഡ് റിയലൈസ് ഇറ്റ്. സോ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് 4 ലെവൽ ലേണിംഗ് പാറ്റേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. IQED 4 ലെവൽ ലേണിംഗ് പാറ്റേൺ. അതിൽ ആകെ 2 ലെവലേ നിങ്ങളെ കാണിച്ചുള്ളൂ. അപ്പോഴേക്കും ആ സ്പെല്ലിംഗ് പഠിച്ചാൽ പറ്റി. കാരണം അതിനെ സ്പ്ലിറ്റ് ചെയ്ത പോലെ ആദ്യം വലിയ സ്പെല്ലിംഗ് ആണ് സ്പ്ലിറ്റ് ചെയ്യാം, ചെറിയ സ്പെല്ലിംഗ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം? 4 ലെവൽ വിഷ്വലൈസേഷൻ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ സ്വന്തമായി നിങ്ങളൊരു ബോർഡിൽ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. പുതിയ വാക്ക് പഠിക്കുകയാണെങ്കിൽ സ്വന്തമായി നിങ്ങളെ ബോർഡിൽ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. സെക്കൻഡ്, നിങ്ങളൊരു ട്രാവലിലോ വേറെ ഏതോ സ്ഥലത്ത് നിങ്ങൾ പോണ സമയത്ത് അതൊരു ബോർഡായിട്ട് കാണുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും മരത്തിന്റെ ബോർഡ് ഇങ്ങനെ തൂക്കിയിട്ടതായതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ സ്വയം എഴുതുന്നതായിട്ട്, സെക്കൻഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തേർഡും ഫോർത്തും എന്താണെന്ന് അറിയോ? തേർഡ്, നിങ്ങൾ അതിന്റെ മീനിങ് അറിയാമെങ്കിൽ, ഇപ്പൊ ഫ്ലാബർഗാസ്റ്റഡ് എന്ന വാക്ക് ഞാൻ പഠിപ്പിക്കാറുണ്ട്. സർപ്രൈസ്ഡ് എന്നർത്ഥം. സർപ്രൈസ്. I was so flabbergasted when I understood she was the person who behind it. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ തേർഡ്, ആ വാക്കിന്റെ മീനിങ് വെച്ചുള്ള സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പൊ ഇതിൽ ഞാൻ വാക്കിന്റെ മീനിങ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് കണ്ടെത്താൻ ആയിരിക്കാം. തേർഡ് എന്ത് ചെയ്യണം?
ആ വാക്കിന്റെ മീനിങ് വെച്ചിട്ട് ഒരു സ്പേസിൽ നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വിഷ്വലൈസ് ചെയ്യണ്ട. ഇത് നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആ വാക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞത് സൂപ്പർ കാലിഫ്രാഗിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനിങ് പറഞ്ഞിട്ട് ഒരു സംഭവം വിഷ്വലൈസ് ചെയ്യണം. ആൻഡ് ഫോർത്ത്, ഇതേ സെയിം വിഷ്വലൈസേഷൻ സെൽഫായിട്ട് മീനിങ് പറഞ്ഞിട്ടുള്ള വിഷ്വലൈസേഷൻ വേറൊരു സിറ്റുവേഷനിൽ, ഇപ്പോൾ നിങ്ങൾ സ്റ്റേജിൽ പറഞ്ഞതായിട്ടോ ഒരാളായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഐ എം സൂപ്പർ ഫ്ലാഗ് എന്നുള്ള പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഐ എം ഫ്ലാബഗാസ്റ്റഡ് എന്ന് പറഞ്ഞതായിട്ടോ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ 4 ലെവൽ വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ ലെവൽ നമ്പർ 1, നിങ്ങൾ സ്വന്തം ആ വേർഡ് വൈറ്റ് ബോർഡിൽ എഴുതുള്ളൂ. വിഷ്വലൈസേഷൻ നമ്പർ 2, വേറെ നിങ്ങൾ എഴുതാത്ത വേറെ എവിടെയോ ആ ബോർഡ് നിങ്ങൾ വായിക്കുന്നതായിട്ടും നിങ്ങളെല്ലാം സ്പെല്ലിംഗ് കണ്ടു എന്ന് വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസേഷൻ നമ്പർ 3, നിങ്ങളൊരു സിറ്റുവേഷനിൽ ആ വാക്ക് യൂസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസേഷൻ നമ്പർ 4, നിങ്ങൾ വേറെ സിറ്റുവേഷനിൽ ഇതേ സെയിം വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? Is the technique clear? This is how you can easily learn ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇഫ് ദിസ് ഇസ് ക്ലിയർ, ടൈപ്പ് ഐ എം ഹാപ്പി. ഇസ് ദിസ് 4 level method is clear? Type I am happy. My dear God, my God, happy, so happy. I'm very, very happy. Ramiza. So this is how നിങ്ങൾ മറക്കില്ല. നിങ്ങൾ ആ വേർഡേ മറക്കില്ല. 2 ദിവസം വീണ്ടും ഇതേ റിപ്പീറ്റേഷൻ നടത്തിയ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ വെച്ച് റിപ്പീറ്റേഷൻ നടത്തിയ നിങ്ങൾ മറക്കില്ല. ദാറ്റ്സ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ലേണിംഗ്. നിങ്ങൾ ഒന്നും മറക്കില്ല. 4 step. Why 4 step? Why 4 steps? 2 steps for you to visualize the exact spelling. 2 steps for you to experience the word. See, language learning experiential learning ആണ്. തത്തമ്മ പൂച്ച ലേണിംഗ് അല്ല ലാംഗ്വേജ് ലേണിംഗ്. ഇറ്റ്സ് എക്സ്പീരിയൻഷ്യൽ. നമ്മൾ തമാശക്കാണെങ്കിൽ പറയാറുണ്ട് അമേരിക്കയിലെ പിച്ചക്കാർ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നുള്ള കാര്യം അല്ലേ. They are experiencing it, they are expressing it, and അവര് പറയാൻ പറ്റും. And I suggest everyone ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. The one who master any language, അവരാണ് വേൾഡിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ എത്താൻ പറ്റുന്ന ആൾക്കാർ. ലാംഗ്വേജ് കൺട്രോളിങ്ങിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ലോകം കീഴടക്കിയത്. ദ ബെസ്റ്റ് ഒറേറ്റേഴ്സ്, ഏറ്റവും ബെസ്റ്റ് ഒറേറ്റേഴ്സ് ആണ് ബെസ്റ്റ് ലീഡേഴ്സ് ആവുന്നത്. നിങ്ങൾ എല്ലാവരും ലീഡേഴ്സ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്, യു ആർ ദ ബെസ്റ്റ് ലീഡർ. എൻ്റെ അമ്മ റീസെന്റ് എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. അമ്മ 60s കടക്കാം, 50s. ആൻഡ് ഭയങ്കര ട്രോമയിലേക്ക് കടന്നു പോയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഡെത്ത് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഇപ്പോൾ ഹൈലി മോട്ടിവേറ്റിംഗ് പേഴ്സൺ ആയി മാറി. അമ്മ ഒരു ടെക്നിക്ക്, ഈ സെൽഫ് ഹീലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് ഈ ഏജിൽ പുള്ളിക്കാരത്തി ഒരു ഓൺട്രപ്രണറായി. ആളുടെ സ്വന്തമായൊരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു, ഇഷ ജുവലേഴ്സ്. അത് ഞാൻ അറിയുന്നത് തന്നെ എനിക്കൊരു മെസ്സേജ് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, ഹലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അറിയോ ചോദിക്കുന്നത്, ഞാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചാറ്റ് ചെയ്യുക. അപ്പം നോക്കുമ്പോൾ എൻ്റെ അമ്മ സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നത് ഇഷ ജുവലേഴ്സ്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഈശ്വര എൻ്റെ അമ്മ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോഴാണ് ഈ ഒരു ഏജിൽ അമ്മയ്ക്ക് സ്പാർക്ക് ഉണ്ടായി. ഞാൻ ജനിച്ചു ജീവിച്ചു, ഇനി ഐ ഷുഡ് ബി ലിവിങ് മൈ എൻ്റെ ലൈഫ്. ഇന്ന് അജിത് സാറിന്റെ
ക്ലാസ് ഉണ്ടാവില്ല. അജി സാർ ഇപ്പോൾ അമൃത ചാനലിന്റെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സാറ്റർഡേ അജി സാറിന്റെ ഉണ്ടാവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഞാൻ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈ ബാഡ്, സോ സോറി. അജി സാർ ഇപ്പോൾ അജി സാറ് അമൃത ചാനലിൽ ഈ വരുന്ന 15th തോന്നുന്നുണ്ട് എൻ്റെ ഇത് കോമഡി ഉത്സവം തോന്നുന്നുണ്ട്. പുള്ളി അതിൽ കയറി ഇന്ന് അദ്ദേഹത്തിന്റെ വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് പുള്ളി തന്നെ ബീറ്റ് ചെയ്തു. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുവാണ്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ സ്വന്തം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആ പ്രോഗ്രാമിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന സാറ്റർഡേ സൺഡേസിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 2 എപ്പിസോഡിൽ അമൃത ചാനൽസിൽ. Could you make the session more interactive, sir? Oh, sorry. കോമഡി മാസ്റ്റേഴ്സ്. ഇൻസ്റ്റാ സ്റ്റോറിയിൽ കണ്ടായിരുന്നു. അതെ, ഇൻസ്റ്റാ സ്റ്റോറി കണ്ടില്ലേ? സോ ഗൈസ്, ഇന്ന് അധികം ഞാൻ ക്ലാസ് എടുത്ത് ഇതാക്കുന്നില്ല. ഇതേ പേരുള്ള കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വെരി ക്ലിയർ, super clear. We talked about anchoring, we talked about conditioning, we talked about how 4-level repetition method work, we talked about how your subconscious mind interact with new informations. Okay, ഞാൻ ഇനി അടുത്ത ടൈം കുറച്ച് സമയം പണ്ടത്തെ ക്ലാസ്സിന്റെ കാര്യം ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ കേട്ടതാണെങ്കിലും കേൾക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. വീണ്ടും കേൾക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ നെക്സ്റ്റ് 7 days ചാലഞ്ച് ഇപ്പൊ പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും എന്താണ് ഈ 7 days ചാലഞ്ച് പറയാണ്. നെക്സ്റ്റ് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും അടുത്ത 7 days ചാലഞ്ചസ് പറയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതിൽ എഫക്ട്ഫുൾ ആയിട്ട് മാറിയ ഒരാൾ തന്നെ ആ 7 days ചാലഞ്ച്. അപ്പൊ എനിക്കറിയാലോ, ഓക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ചെയ്യണം എന്നുള്ള കാര്യം. ആരാണ് ആ 7 days ചാലഞ്ച് എന്നുള്ള കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഞാൻ അവർ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും വിളിക്കരുത്. ഓക്കെ, റമീസനെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. റമീസെ പറയണട്ടാ. മോളെ മ്യൂട്ട് ചെയ്തോ? അല്ല, അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണ്ട? Yes. Yeah. My name is Mohammed Azan, and the 7-day challenges were basically each day when you wake up. We were recapping that we have to try to wake up in at least around like 3:30, 4, like in early morning time. And we learned that in the morning we should try to do blood pumping exercises. The best one would be to stand on your head, but if you don't if you don't have experience with that, you shouldn't do it. And every night, one after you have to like reminisce everything you did that day. Like you have to remember everything from the first thing you did. For example, going to school, what happened in school, and everything. And in the morning, you have to keep repeating to yourself that maybe I am confident, or I am the best person, I am amazing, so that our like mind will get, what do you call it, used to that. ഓക്കെ, ഗ്രേറ്റ്. റമീസ എന്ന വാക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഐ തോട്ട് ലൈക്ക് വലിയ കുട്ടിയായിരിക്കും വിചാരിച്ചു. ഈ കൊച്ചു കുട്ടിയുടേതാണോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്? അമേസിങ്. വേർ യു ഫ്രം ഡിയർ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു? അല്ല, എല്ലാവർക്കും ഒരു വട്ടം കൂടി ഒരാൾ കൂടി പറയിപ്പിക്കാം. Yeah, Yes. I'm from India, Kerala, Kannur. No. Right now, where you stay? Like, എവിടെയാണ് Oh, live I ചെയ്യുന്നത്? stay in Bahrain. Bahrain. No, great. Excellent, dear. And
You're following it, right? Every day? Huh? എല്ലാ ദിവസവും ഫോളോ ചെയ്തിട്ടില്ലേ അത്? The first week I wasn't here. ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ്ലി ചെയ്തു അല്ലേ? Proud, Yeah. very proud, very proud. Good going. And how do you feel? How do you feel? I feel good that like whenever I do something this 7-day exercise, I think each day feels easier than it was before. Beautiful, And beautiful. actually, I'm a cuber and I make pictures using a lot of cubes. Like I use 500 cubes to make images of people, so it really helps in that. It gives me more concentration. Superb, superb, superb. Amazing, amazing. Very, very great. Like, ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര ഹാപ്പി ആയി. സോ ഒരാളും കൂടി ഞാൻ വിളിക്കാം. ഐ തിങ്ക് മണികണ്ഠൻ, ഞാൻ മണികണ്ഠനും കൂടി ഇതാക്കാം. മണികണ്ഠൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി കേൾക്കാം. 7 days ചാലഞ്ച് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ആസ്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു റമീസ്. ഹലോ ഹലോ കേൾക്കാവോ? കേൾക്കാം മലയാളത്തില്. ഓക്കെ. സോ 7-day ചലഞ്ച് ഞാൻ ഫോളോ ചെയ്ത് ഞാൻ പറയാം. ഐ മീൻ ദ സെയിം വേ. Yeah. സോ ബേസിക്കലി മോർണിംഗ് വേക്കപ്പ് ചെയ്ത ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗീവ് എ പമ്പ് ടു അവർ ബ്രെയിൻ. അതായത് നമ്മൾ ആ ദിവസം വളരെ ഗ്രേറ്റ് ആയിട്ട് പോകും എന്നുള്ള ഒരു ഫീലിംഗ് ബ്രെയിനിന് കൊടുക്കുക. സേ സംതിങ് ലൈക്ക് ടുഡേ വിൽ ബി വെരി ഗ്രേറ്റ്, ടുഡേ ഐ വിൽ ഡു വെരി ഗ്രേറ്റ് തിങ്സ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5 minute എക്സർസൈസ് ചെയ്യും. അതായത് ഒരു ജോഗിങ്, അതായത് വീട്ടിൽ ട്രെഡ്മിൽ ഉണ്ട്, അല്ലാതെ പറ്റൂല എനിക്ക്. സോ ഐ വിൽ വാക്ക് ലൈക്ക് ഫോർ 5 minutes, അതായത് എൻ്റെ ബ്ലഡ് പമ്പിങ് ചെയ്യാൻ വേണ്ടി. സോ അതിനുശേഷം ആ 5 minutesന് ശേഷം 5 minutes പോയിന്റ് മെഡിറ്റേഷൻ, അതായത് ജസ്റ്റ് വെരി സിമ്പിൾ. കണ്ണടച്ചിരുന്നിട്ട് മേ ബി യു കുഡ് അജി സാർ പറയുന്ന പോലെ ചിന്മുദ്രയിൽ സെറ്റ് ചെയ്യുക. ഇരുന്നിട്ട് 5 minute അലാറം വെക്കും. അന്നേരം എന്നിട്ട് കണ്ണടച്ചിട്ട് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. മേ ബി കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലക്സ് ആക്കുന്നില്ല. ഫീറ്റ് മുതൽ തല വരെ ഇമാജിൻ ചെയ്യുക നമ്മുടെ ബോഡി പാർട്ടിലെ. 5 minute മെഡിറ്റേഷൻ, ദാറ്റ്സ് ഇറ്റ്. അത്രയും ആ ദിവസത്തെ മോർണിംഗ് റുട്ടീൻ. ദെൻ നൈറ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എവറി ഡേ. സോ നൈറ്റിൽ എന്താന്ന് പറഞ്ഞാൽ കാരണം ഏത് ടൈമിലാണ് കിടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സോ കിടക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു റിവൈൻഡ് ദാറ്റ് ഡേ ഇൻ ദ റിവേഴ്സ് ഓർഡർ. അതായത് നമ്മൾ ആ ദിവസം രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എന്തൊക്കെ ചെയ്തു റിവേഴ്സ് ഓർഡറിൽ. അതായത് ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ചിലപ്പം TV എന്തെങ്കിലും കണ്ടായിരിക്കും. പിന്നെ അതിനു മുമ്പ് ഫുഡ് കഴിച്ചു. എന്നിട്ട് പിന്നോട്ട് രാവിലെ വരെ എങ്ങനെ ചെയ്തു, ആ സംഭവം ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഹൗ മൈ ലാസ്റ്റ് 7 days. മേ ബി നൈറ്റിൽ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇറ്റ് വാസ് വണ്ടർഫുൾ. അമേസിങ്, അമേസിങ്, അമേസിങ്. Thank ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അമേസിങ്. മണികണ്ഠൻ ആക്ച്വലി സെക്കൻഡ് ഫോമിലേക്കാണ് മണികണ്ഠൻ അൺനോയിങ്ലി ചെയ്തത് ഈ വട്ടം. ഫസ്റ്റ് ഫോം ആയിരുന്നു, സെക്കൻഡ് ഫോമാണ് ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ. അതെന്തോ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നിങ്ങൾ എഴുന്നേറ്റ മൂവ്മെന്റിൽ നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ നോർമലി എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് അടക്കാനുള്ള ഡെപ്റ്റ്, നമ്മൾ ഈ ഇത്ര കടണ്ടല്ലോ, ഇന്ന് ഇത്ര പഠിക്കാണ്ടല്ലോ, ഈ പ്രോബ്ലം ഉണ്ടല്ലോ, ഇന്ന സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തോട്ട് തന്നെ ലോ ആയിരിക്കും. ബ്രെയിനിന്റെ ഫസ്റ്റ് തോട്ട് തന്നെ ലോ ആയിട്ടാണ് പ്രോബബിളി എല്ലാവരും എഴുന്നേക്കുണ്ടാവും. മെമ്മറി പ്രോബ്ലം പറയുന്ന 99% ആൾക്കാരുടെ നമ്മൾ കണ്ട പാറ്റേൺ, ബേസ്ഡ് ഓൺ അവർ റിസർച്ച്, നമ്മുടെ പാറ്റേൺ കണ്ടത് ദ ഫസ്റ്റ് തോട്ട് ഓഫ് ദ ഡേ വിൽ ബി വളരെ ലോ ഫ്രീക്വൻസി തോട്ടായിരിക്കും. അവിടെ നിന്ന് എന്നെ ചേഞ്ച് ചെയ്തൊരു കാര്യം, ഞാൻ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആക്സെപ്റ്റിംഗ് എ ബിഗ് ഫാക്ട്, ഐ വാസ് വൺ എമംഗ് ദാറ്റ്. ഒരു ടൈം കഴിഞ്ഞപ്പോൾ വാട്ട് ഐ ഡിഡ്, ലൈക്ക് ഞാൻ ഫസ്റ്റ് ഡേ, വാട്ട് എ വണ്ടർഫുൾ ഡേ,
I'm gonna make this at the best. അത് ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ. ഞാൻ വാട്ട് എ വണ്ടർഫുൾ ഡേ, ഐ എം ഗോണ മേക്ക് ദിസ് ദ ബെസ്റ്റ് എന്നല്ല. ഫസ്റ്റ് ഞാൻ പമ്പ് ചെയ്യാം ഒരു ഇമോഷൻ, ഹാപ്പിനെസ്. വാട്ട് എ വണ്ടർഫുൾ ഡേ, ഐ എം ഗോണ മേക്ക് ദിസ് ഡേ ദ ബെസ്റ്റ്. എന്ത് അടിപൊളി ഡേ ആണിത്, എന്ത് രസമായിട്ടുള്ള ഡേ ആണ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് അവിടെ ചെയ്യാൻ പോവാണ് എന്നുള്ള തോട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് പമ്പിങ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ automatically the level of thought, the level of energy that gonna feel is so different. എഴുന്നേറ്റ നെക്സ്റ്റ് മൂവ്മെന്റ് നിങ്ങൾ ചെയ്യുന്നൊരു എന്തെങ്കിലും ഒരു ബ്ലഡ് പമ്പിങ് ആക്ടിവിറ്റീസ്, എറോബിക് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ബി ബ്ലഡ് പമ്പിങ് നന്നായി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. റണ്ണിങ് ചെയ്യാം, ജോഗിങ് ചെയ്യാം, എറോബിക് എക്സസൈസ് എന്ത് ചെയ്യാം. അജിത് സാറിന്റെ ക്ലാസ് ഉണ്ട് നെക്സ്റ്റ് വീക്കിൽ. സാർ സജസ്റ്റ് ചെയ്യണം യോഗിക് എക്സസൈസ് സൂപ്പർ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറെ നിസ്കരിക്കാതിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പൊസിഷനിൽ ബ്ലഡ് പമ്പിങ് വാങ്ങിയൊക്കെ ഉണ്ടാവും, അതിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഏത്തപ്പെടുന്ന ഇത് സിറ്റപ്പ് അത് നന്നായി ചെയ്യാം. ബ്ലഡ് പമ്പിങ് ചെയ്യുന്ന എന്ത് പൊസിഷൻ വിൽ ബി ഗ്രേറ്റ്. ആഫ്റ്റർ ദാറ്റ് റിലാക്സ് ചെയ്യുക. 5 minutes പോയിന്റ് മെഡിറ്റേഷൻ, കണ്ണടച്ച് ചെയ്യുന്ന പോയിന്റ് മെഡിറ്റേഷൻ ഇസ് നെക്സ്റ്റ് ലെവലാണ്. നിങ്ങൾ കണ്ണ് തുറന്നിട്ട് ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിലേക്ക് നോക്കുക, റിലാക്സ് ചെയ്യുക, ആ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. So it creates a 45-degree angle between your eyes and that particular point. ആ ഒരു ഇതിൽ നിന്ന് ബോഡി വളരെ ഫ്രീ ആക്കുക, തോട്ട് കയറി വരാണ്ടിരിക്കാൻ നോക്കുക, ലെറ്റ് ഇറ്റ് ഫ്ലോ എന്ന രീതിയിൽ റിലാക്സ് ചെയ്യുക, ഹാപ്പി ആവാം. ഒരു പോയിന്റ്, ഒറ്റൊരു പോയിന്റ്, ഒരു തോട്ടിന്റെ ആവശ്യമില്ല അവിടെ. തോട്ട്സ് വന്നുകൊണ്ടിരിക്കും ആദ്യത്തെ 2-3 ദിവസം. ഇഗ്നോർ ഇറ്റ്, സേ ഇറ്റ്സ് ഓക്കെ, ഇഗ്നോർ ഇറ്റ്. പോയിന്റ് 5 മിനിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗ്രേറ്റ്, 10 minutes ആക്കാം, 15 minutes ആക്കാം. രാവിലെ അത്ര ഉള്ളൂ ചാലഞ്ചിന്റെ, രാവിലത്തെ ചാലഞ്ച് അത്രയും ചാലഞ്ച് ഉള്ളൂ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ, ഡൂവബിൾ അല്ലേ? സൗണ്ട്സ് ഗുഡ്? ഓക്കെ അല്ലേ? ന്യൂ കമേഴ്സ്, ന്യൂ ജോയിനേഴ്സ്, ന്യൂ കമേഴ്സ് ടെക്സ്റ്റ് ഓക്കെ അല്ലേ? യെസ് 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 യെസ്, ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്, ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്, സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇനി നൈറ്റ് കിടക്കും മുമ്പ് നേരത്തെ പറഞ്ഞ റിവേഴ്സ് ഓർഡറിൽ ചെയ്യുന്ന സെക്കൻഡ് ലെവലാണ്. നിങ്ങൾ നോർമലി ആദ്യത്തെ ഓർഡറിൽ ചെയ്യാം. രാവിലെ ഫസ്റ്റ് എന്ത് ചെയ്തു, ഉറങ്ങും മുമ്പ് എഴുതി വെക്കാം. ലൈക്ക് ഐ സെഡ്, ലെജൻഡ്സ് എഴുതി വെക്കും. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ലെജൻഡ് ആണെങ്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ ബെറ്റർ. ഞാൻ ഇപ്പോൾ ഓഫീസിലാണ്, വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ബുക്ക് കാണിക്കാം, നമ്പർ ലോക്ക് ഉണ്ട്, കാരണം എഴുതി വെക്കുന്ന ആരും കാണേണ്ട വെച്ചിട്ടാണ്. ആ ബുക്കിൽ ഞാൻ കാണിച്ചു, അങ്ങനത്തെ ഒരു ബുക്ക് ഡയറി മേടിക്കാൻ പറ്റും. ഓ അമേസിങ്, അത് എഴുതാം, എഴുതി വെക്കുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇത് ചെയ്തു, സെക്കൻഡ് ഇത് ചെയ്തു. ടൈം അടക്കം എഴുതാൻ പറ്റുന്നത് ബ്രില്യൻസ് ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിന്റെ കളർ എഴുതാൻ പറ്റുന്നത് അമേസിങ് ആവും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റുന്നത് എക്സലന്റ് ആവും. അത് 7 days ചെയ്യാം, 7 days ചെയ്യാം. എഗെയിൻ എഴുതാ ചെയ്യുക, എവറി ഡേ 7 days കണ്ടിന്യൂസ്, വിത്തൗട്ട് എ ബ്രേക്ക്, വിത്തൗട്ട് എ ബ്രേക്ക്. ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്. രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തോട്ട് ഓഫ് ദ ഡേ കോൺഷ്യസ്ലി കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വോ വാട്ട് എ വണ്ടർഫുൾ ഡേ. അല്ലെങ്കിൽ എനിക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഓഫീസ് ടൈമിംഗ് ആയിരിക്കും, എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ് ഇന്ന്. അത് പറയുമ്പോൾ ഫേസിൽ കൊടുക്കുന്ന ഇമോഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, പോൾ എക്മന്റെ ഒരു ബുക്ക് ഉണ്ട്, ഇമോഷൻസ് റിവീൽഡ്. അതിൽ പെർഫെക്റ്റ് റിവീലിംഗ് ആണ്. ഇങ്ങനെ കുറെ നേരം പിടിച്ചിട്ടുണ്ടെങ്കിലേ തോട്ട്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വിഷമത്തിന്റെ തോട്ട്സ് കയറി വരുന്നത് കാണാം. ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ ഒരു ഹാപ്പിനെസ്സോട് കൂടി പറഞ്ഞു, എന്ത് അടിപൊളി ഡേ ആണ്, ഞാൻ ഭയങ്കര അടിപൊളി ഡേ, ഐ എം ഗോണ മേക്ക് ദിസ് ഡേ ദ ബെസ്റ്റ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ കയറുമ്പോൾ ഞാൻ എന്റെയിലേക്ക് എന്നെ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ക്ലാസ് എടുക്കാൻ കയറുമ്പോൾ ഞാൻ എന്റെയിലേക്ക് പ്രോമിസ് ചെയ്യാൻ കാരണം ഞാൻ ഹൈലി എക്സ്പ്രസീവ് ആവണം, ഹൈലി ഇന്ററാക്റ്റീവ് ആവണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും എൻ്റെ എനർജി ഞാൻ പാസ് ചെയ്യണം. എവ്രി വൺ ഷുഡ് ഫീൽ ഐ എം ഗിവിങ് എൻ്റെ എക്സ്ട്രീം എനർജി ഞാൻ പാസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദേ ഷുഡ്
ട്രാൻസ്ഫോം, ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറാം ഫ്രം കക്കൂൺ. ആ ഒരു ഇമ്പാക്ട് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതാണ് ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളത് ചെയ്യാം. നിങ്ങൾ രാവിലെ ഫസ്റ്റ് തോട്ട്, ആഫ്റ്റർ ദാറ്റ് ബ്ലഡ് പമ്പിങ് എക്സസൈസ്, aerobic exercise, yoga, anything, do best. After that, breathing exercise or point meditation. Ajit sir ആ ഭാഗം സജസ്റ്റ് ചെയ്ത് കൊണ്ടു. സ്റ്റാർട്ട് വിത്ത് പോയിന്റ് മെഡിറ്റേഷൻ. ത്രാടക, ഒരു പോയിന്റിക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അജിത് സാറിന്റെ എല്ലാ ഷോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഒരു പോയിന്റിക്ക് നോക്കിയതിന് ശേഷമാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്യല്ല. നിങ്ങൾ ഒരു പോയിന്റിക്ക് നോക്കി ഫോക്കസ് കൂട്ടാൻ നിൽക്കുക. റീൽസ് ഒക്കെ നമ്മുടെ ഫോക്കസ് കുറച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ടൈമിങ് കുറച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ട്രിഗറിങ്സ് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ എഗെയിൻസ്റ്റ് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിനെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യു വോണ്ട് ഫീൽ ഡിഫറെന്റ്. യു ആർ IQED പ്രൊഡക്റ്റ്. നിങ്ങൾ എല്ലാവരും IQED പ്രൊഡക്ട്സ് ആണ്. ആൻഡ് യു ഷുഡ് ഫീൽ ഡിഫറെന്റ്. ഈ വേൾഡ് എല്ലാം ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് യു ചൂസ് IQED ആൻഡ് യു എവ്രി വൺ ഗോണ ഫോക്കസ്. ആ ഫോക്കസിൽ നിന്ന് യു ഗോണ അച്ചീവ് ദ ഡ്രീം ഗോൾ. നിങ്ങൾ എല്ലാം ഡ്രീംസും ഗോൾസും എല്ലാം അച്ചീവ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് IQED മെമ്മറി മാക്സും ഇംപ്രൂവ് ചെയ്യുന്നതിനെക്കാട്ടും അപ്പുറം we help you to achieve your short term and long term goal. ഡിഫോൾട്ട് ആയിട്ട് തന്നെ. അപ്പോൾ പ്രോസസ്സ് മനസ്സിലായല്ലോ. 7 days ചാലഞ്ച്, 7 days ഇത് നിങ്ങൾ ചെയ്യാൻ പോവാണ്. എഗെയിൻ ലാസ്റ്റ് വീക്ക് ചെയ്ത ആൾക്കാർ ഈ വീക്കും സെയിം ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ ഡിഫറെന്റ് ചാലഞ്ച് ആണ്. സൗണ്ട്സ് ഗുഡ്? ഇഫ് സോ, ടൈപ്പ് everyone, type I'm happy, or I am the best, or I am the best. Type I'm happy or type I'm the best. ഞാനൊരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്താ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒരു ഗസ്റ്റ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഫൈനലി നിങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരം. 5 വാക്ക് എന്നൊക്കെ, സോറി. ഓക്കെ, യു ഗൈസ് ആർ ദ ബെസ്റ്റ്. സോ മുജിബ് സർ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒന്നുമല്ല. MT വ്ലോഗ്. ഓക്കെ, താങ്ക് യു. ഞാനിങ്ങനെ അടുത്തിരുന്ന് മുഴുവൻ ക്ലാസ് കേൾക്കായിരുന്നു. സുരേഷ് സാറിന്റെ അതിഗംഭീരമായ ഒരു ക്ലാസ്സിന് ശേഷം എനിക്കൊരു സംസാരത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും പിന്നെ സന്തോഷം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഞാൻ പേര് മുജീബ് എന്നാണ്. MT വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലാണ്. എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അധ്യാപകനാണ്. കെമിസ്ട്രി അധ്യാപകനാണ് ഹയർ സെക്കൻഡറി ലെവലിൽ. സൈക്കോളജി ബേസ്ഡ് വീഡിയോസാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പഠനതന്ത്രങ്ങൾ, സ്റ്റഡി ടെക്നിക്സ്, ഈസി സ്റ്റഡി ഹാബിറ്റ്സ്, കരിയർ ഗൈഡൻസ്, ഈ മേഖലയിലൊക്കെ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ MT വ്ലോഗ് എന്നാണ് പേര്. പിന്നെ നമ്മുടെ അജിത് സാറിൻ്റെ വീഡിയോ 1-2 തവണ ഇൻ്റർവ്യൂ ആയിട്ട് ചെയ്ത ചാനലുണ്ട്. അങ്ങനെയാണ് IQED ആയിട്ട് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. എന്നാലും സന്തോഷം. ഒരുപാട് സമയം ഇരുന്ന് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഐ ആം ദി ബെസ്റ്റ്. ഇപ്പോൾ തുറന്ന ഉടനെ കണ്ടത് ഐ ആം ദി ബെസ്റ്റ് എന്ന പിള്ളേർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, 1971 സൈക്കോളജിക്കലി ഒരു ടെസ്റ്റ് നടന്നുണ്ട്. എല്ലാവരും കേട്ട് വെച്ചാൽ കഥ നിങ്ങൾക്ക് ആവശ്യം വരും, ഉപകാരപ്പെടും. 1971 റോബർട്ട് ക്ലക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു പരീക്ഷണം നടത്തിയത് വളരെ ലളിതമാണ്. കുറച്ച് യുവാക്കളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് 2 ഗ്രൂപ്പാക്കിയിട്ട് അവർക്കൊരു ടാസ്ക് കൊടുക്കണം. അപ്പോൾ ഒരു വിഭാഗം യുവാക്കളെ സയൻറ്റിസ്റ്റ് അടുത്ത് വിളിച്ചു വരുത്തിയിട്ട്, എന്ന് വെച്ചാൽ നല്ല സുന്ദരന്മാരാണ് എല്ലാവരും, കാണാൻ ഭംഗിയുള്ളവരാണ്, വിരൂപികളൊന്നുമല്ല. അതിലൊരു ടീമിനെ എടുത്തിട്ട് അവരുടെ മുഖത്ത് ഒരു സൈഡിൽ ഇങ്ങനെ മാർക്കർ കൊണ്ടൊക്കെ കുത്തി വരച്ച് വൃത്തികേടാക്കി, കണ്ടാൽ നമുക്ക് സംസാരിക്കാനും തോന്നാത്ത പോലെ വൃത്തികേടാക്കി വെച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കണ്ണാടി നോക്കും, നിന്റെ മുഖം അങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നു. അപ്പോൾ കാണുമ്പോൾ അയ്യേ, ഇപ്പം നിങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. ടൗണിലേക്ക് പോവാണ്, കടയിലേക്ക് പോവാണ്, മാളിലേക്ക് പോവാണ്, സ്കൂളിലേക്ക് പോവാണ്, കോളേജിലേക്ക് പോവാണ്, ജോലിക്ക് പോവാണ്. ആ സമയത്ത് മുഖത്ത് ഇങ്ങനെ കുത്തി വരച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പം 20 പേരാണ് എടുത്തതെങ്കിൽ 10 പേരുടെ മുഖത്ത് ഇങ്ങനെ കുത്തി വരച്ചു. 10 പേരെ കുത്തി വരച്ചിട്ടില്ല, വൃത്തികേടാക്കിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവരോട് പറയണം, നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുക, നാട്ടിലേക്ക് ഇറങ്ങുക, ടൗണിലേക്ക് ഇറങ്ങുക. എന്നിട്ട് കുറേ അപരിചിതരെ പരിചയപ്പെടാം. പരിചയമില്ലാത്ത ആളുകളെ കണ്ടിട്ട് എന്തൊക്കെയാ, സുഖം തന്നെയാണ്, എവിടെയാണ് വീട്, എന്താ പേര്, എന്ത് ചെയ്യുന്നു, ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തുക, സംസാരിക്കുക, എന്നിട്ട് വരിക എന്ന് പറയുന്നു. അപ്പം എല്ലാവരും പോവുകയാണ്. പോകുന്നതിന് മുമ്പ് വീണ്ടും സയൻറ്റിസ്റ്റ് എന്ത് വെച്ച് കഴിഞ്ഞാൽ
ആ മുഖത്ത് പിന്നെ വൃത്തിയോട് കുറച്ചുകൂടെ ഇതാക്കണം. പിന്നെ നിങ്ങൾ വെയിലത്താണ് പോകുന്നത്, അതുകൊണ്ട് സൺസ്ക്രീൻ പുരട്ടി തരാമെന്ന് പറഞ്ഞ് സൺസ്ക്രീനൊക്കെ ആക്കി കൊടുത്തിട്ടാണ് വിടുന്നത്. അങ്ങനെ അവർ പോയി. പരീക്ഷണം മനോഹരമാണ്. പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്കോ വൈകുന്നേരം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് സയൻറ്റിസ്റ്റ് ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കുകയാണ്, എന്തായിരുന്നു നിങ്ങളുടെ ഫീലിംഗ് എന്നുണ്ട്. അപ്പോൾ ഈ മുഖത്ത് വരച്ച ആളുകൾ പറയാണ്, പിന്നെ അയ്യോ സാറേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണെന്നറിയില്ല, ഞാൻ ആളുകളോട് എന്താ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അകന്നു പോകും പോലെ തോന്നുകയാണ്, അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നോടൊരു വെറുപ്പുള്ളത് പോലെ. പിന്നെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആൾ അങ്ങനെ സംസാരിക്കും, പിന്നെ ആളെടുത്ത് പോകുമ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഞാനൊന്നും മിണ്ടാതിരിക്കുകയാണ്. പരമാവധി ഞാൻ പേരെന്താന്ന് ചോദിക്കും, അപ്പോൾ തന്നെ അവർ പേര് പറഞ്ഞ് ഓടിപ്പോവാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ നല്ല എക്സ്ട്രോവേർട്ടാണ്, ആരോടും സംസാരിക്കുന്ന സോഷ്യലൈസ് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒട്ടും പിന്നെ പറ്റുന്നില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നോ. ഇതാണ് ജനറലായിട്ട് ഈ മുഖത്ത് വരയുള്ള എല്ലാ ആളുകളും പറഞ്ഞത്. മുഖത്ത് വരയില്ലാത്തവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ പരിചയപ്പെട്ടു, സംസാരിച്ചു, എല്ലാം വന്നു. ഇനിയാണ് ട്വിസ്റ്റ് കിടക്കുന്നത്. സയൻറ്റിസ്റ്റ് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ കണ്ണാടിയിൽ പോയിട്ട് നിങ്ങളുടെ മുഖം നോക്കൂ എന്ന് പറയാണ് ഈ കുത്തി വരച്ച ആളുകളോട്. അവർ പോയി നോക്കിയപ്പോൾ സത്യത്തിൽ മുഖത്തൊരു വരയും ഒന്നുമില്ല. സയൻറ്റിസ്റ്റ് ആദ്യം വരച്ചു, അവരെ ചെറിയ മിററിൽ കാണിച്ചു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു വിടുന്നതിന് മുമ്പ് സൺസ്ക്രീൻ പുരട്ടുക എന്നുള്ള വ്യാജേനെ ആ വരച്ചതൊക്കെ മാച്ച് കളഞ്ഞിരുന്നു. മുഖം പഴയതുപോലെ നല്ല വൃത്തിക്കും വെടുപ്പിലാണ് പറഞ്ഞു വിട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് അവരൊക്കെ പുറത്തു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ, അയ്യോ എന്നെ അവർ അഗ്ലിയായിട്ട് കണ്ടു, എന്നോട് മൈൻഡ് ചെയ്തില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരെൻ്റെ അടുത്ത് അകന്നു നിന്ന പോലെ തോന്നി എന്നൊക്കെ ഇവർ പറയാൻ കാരണം എന്തായിരിക്കും? ഒന്ന് രണ്ട് പേര് നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറഞ്ഞുതരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? എനിവൺ, നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യണോ? ഒന്ന് പറയാവോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സെറ്റിങ്സിന് മാറ്റി കൊടുത്താൽ പറ്റുമായിരിക്കും. ആ ചാറ്റിൽ പറഞ്ഞാൽ മതി. ദെയർ മൈൻഡ് ഈസ് ഫുൾ ഓഫ് എന്തൊക്കെയാ പറയുന്നത് നോക്കട്ടെ. Didn't mean anything bad. Mindset, insecurity, mindset, വിചാരങ്ങൾ, mind feeling, their confidence was gone. They gone with mindset, തോന്നൽ, their mindset because of your inner feeling, mindset, no feel confidence, mindset. Very good, very good, very good, very good. Okay, ഒരുപാടുണ്ട്, ഇതൊന്ന് വായിക്കാൻ ഒത്തിരി ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, നല്ല ടീമാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഏറെ സെൽഫ് ബിലീഫാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങൾ എന്നും രാവിലെ ഇറങ്ങുമ്പോൾ, അതാണ് അവസാനം സൂര്യ സാർ പറഞ്ഞതിൻ്റെ അവസാനമായിട്ട് ഞാൻ പറയുന്നത്, രാവിലെ എഴുന്നേറ്റാണെങ്കിൽ രാത്രി ഉറങ്ങുമ്പോഴാണ് ഐ ആം ദി ബെസ്റ്റ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഓക്കെയാണ്. ഈ മുഖത്ത് വരയും കുറിയും വൃത്തികേടും ഇല്ലായിരുന്നിട്ട് പോലും അവർ വിചാരിക്കുകയാണ് എൻ്റെ മുഖത്ത് വൃത്തികേടാണ്, എന്നെ ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയത് കൊണ്ട് ആരോട് പെരുമാറുമ്പോൾ അങ്ങ് തോന്നിയതാണ്. പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുണ്ടാവുക, പക്ഷെ നമുക്കത് തോന്നുന്നത് ദാറ്റ് ഈസ് സെൽഫ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സെൽഫ് ബിലീഫിൽ ഐ ആം ദി ബെസ്റ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, എനിക്ക് ആളുകളോട് പെരുമാറാൻ പറ്റും, എനിക്ക് നല്ല പേഴ്സണാലിറ്റിയാണ്, എനിക്ക് എന്തൊക്കെയാണോ നിങ്ങൾ സെൽഫ് ബിലീവ് ചെയ്യുന്നത്, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്നത്, നിങ്ങൾ അതായി മാറുന്നുള്ളതാണ്. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഈ സംഗതി എന്ന് പറയുന്നത്. നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം കുറയുന്നത്, എന്നെ കാണാൻ കൊള്ളില്ല, ഞാൻ നിറമില്ല, എന്നോട് പെരുമാറുന്നില്ല ആളുകൾ, എനിക്ക് പിന്നെ എന്താ പറയാ സൊസൈറ്റിയിൽ ഇറങ്ങാൻ പേടിയാണ്, എനിക്ക് മാർക്ക് കിട്ടില്ല, എനിക്കെല്ലാം, പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എനിക്ക് മാത്രം എന്താ ദോഷം വരുന്നത്, എനിക്ക് മാത്രം എന്താ മാർക്ക് കിട്ടാത്തത്, എനിക്ക് മാത്രം എന്താ കുടുംബം ഇങ്ങനെ, എൻ്റെ ഫാദർ മാത്രം എന്താ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്, എൻ്റെ മദർ മാത്രം എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ നമുക്ക് തോന്നാന്നുള്ളത്. അങ്ങനെ തോന്നിയാൽ ദാറ്റ് വിൽ ഹാപ്പൻ. എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് വിശ്വസിക്കുക. ഐ ആം ദി ബെസ്റ്റ്, ഐ ഹാവ് എവറിത്തിങ്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ ബെസ്റ്റാണ്, എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് നടക്കും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ വൈകിയ വേളയിൽ ഒരുപാട് തന്നെ സംസാരിക്കുന്നില്ല. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ കാണാനും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. നമുക്ക് വരും ക്ലാസ്സുകളിലും ഇതുപോലെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ സൂര്യ സാർ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ കൊടുക്കും. Thank you, everyone. So, hope today's sessions was hope today's sessions was so interesting. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ടിപ്സ് കിട്ടിയെന്ന് ബിലീവ് ചെയ്യണു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നൊരു വ്യക്തിയായിരുന്നു. ഡയറക്ട്ലി ഇവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഞാൻ. ഇന്ന് എനിക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം
നിങ്ങൾ സൊസൈറ്റി നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നത് വ്യത്യസ്തമാണ്. വാട്ട് ഡു യു ബിലീവ് അബൌട്ട് യുവർ സെൽഫ് ഇസ് ഡിഫറെന്റ്. ആൻഡ് രണ്ടും ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഐറണി ഉണ്ടായിരുന്നു. അജിത് സാറും ഞാനും കൂടി കോൺസെപ്റ്റ് സംസാരിക്കുന്ന സമയത്ത് 2010 അജിത് സാറിന് ഏറ്റവും IQ രേഖപ്പെടുത്തുന്ന സമയത്ത് അതേ ഇയർ തന്നെയായിരുന്നു എന്നെ ഇൻസൈഡ് എന്ന ഹോസ്പിറ്റലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ലോ IQ ആണ്. ഇപ്പോഴുണ്ട് ചെറിയ വാക്കുകൾ, അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റാത്തതായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഐ ബിലീവ് ഐ എം ദ ബെസ്റ്റ്. ഐ ക്യാൻ ലേൺ എനിത്തിങ് ആൻഡ് ഐ ആം ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ വേൾഡ്. സോ ബിലീവ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇനി നെക്സ്റ്റ് വരാൻ പോണ സെഷൻസ് പറപ്പിക്കുന്ന ടെക്നിക്സുകളായിരിക്കും ഇനി ഉണ്ടാവുക, മെത്തഡോളജീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരുവിധം ആൾക്കാരെ ട്യൂണിങ് കഴിഞ്ഞിട്ടുണ്ട്, ട്യൂൺ ചെയ്ത് കയറി വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് Rohit R, thank you so much for that amazing word. Super calligraphic sticks explanation dishes. ഇതിലാട്ടെ ആ ഡിഷസ് തന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് അമേസിംഗ്ലി എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾ പ്രോമിസ് ചെയ്യാൻ പോവാണ് 7 day വിത്തൗട്ട് എനി ഫെയിൽ യു ഗോണ ഡു ഇറ്റ്. ആൻഡ് ന്യൂ ജോയിനേഴ്സിന് കുറച്ചുകൂടിയും ഒരു അമേസിംഗ് സെഷൻസും കൂടിയും ഞാൻ വരും ക്ലാസ്സുകളിൽ തരേണ്ടതായിരിക്കും. ഡോണ്ട് വെറി. Advance Happy Republic Day, everyone. Next session, every Saturday we will have workshops. ഇനി തൊട്ട് എല്ലാം സാറ്റർഡേസ് വർക്ക്ഷോപ്സ് ഉണ്ടാവാം. ആൻഡ് ഫെബ്രുവരി ടൈമിൽ ഞാൻ നോക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഒരു 7 day കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ വി ഗോണ ലേൺ സംതിങ് ന്യൂ എവറി ഡേ. നിങ്ങൾ ഇത്രയും നാള് മെമ്മറി ഇല്ല എന്നും മാത്സ് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച എല്ലാവർക്കും ഞാൻ വലിയൊരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ടാണ് 7 day. 7 ദിവസം കൊണ്ട് നിങ്ങൾ ചേഞ്ച് ആവാൻ പോവാണ്. സി ദ അൾട്ടിമേറ്റ്. ഞാൻ ചേഞ്ച് ആവും എന്നല്ല പറഞ്ഞു, നിങ്ങൾ ചേഞ്ച് ആയി. ദ മൂമെന്റ് ഇത് എടുക്കണം എന്ന് ഡിസിഷൻ എടുത്ത മൂമെന്റ് നിങ്ങൾ ചേഞ്ച് ആയി. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഡു വെൽ, സ്ലീപ് വെൽ, ഈറ്റ് വെൽ, സ്റ്റഡി വെൽ. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്, ഹാവ് എ ഗ്രേറ്റ് വീക്ക്. See you next Saturday. ഒരാൾ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ ചാലഞ്ച്. എഗെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് 7 ദിവസം മോർണിംഗ് എഴുന്നേക്കുന്ന റുട്ടീൻ പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് ഉറങ്ങും മുമ്പ് ഡയറി റൈറ്റിംഗ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ചാലഞ്ച്. എൻ്റെ അമ്മ എല്ലാ രാമായണം കഴിഞ്ഞിട്ട് രാമൻ ഏതാണെന്ന് ചോദിക്കുന്നത് ആരായിരുന്നു? മേഘ. മിക്ക ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ചെയ്യണം. ഓക്കെ. ഏത് ടൈം ഞാൻ പതുക്കെ നിങ്ങളെ കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞ പോലെ ദിവസം മുഴുവൻ ഓർക്കാൻ ശ്രമിക്കും, പക്ഷെ അന്ന് കണ്ട പുതിയ മുഖം ഓർക്കാൻ നോക്കും. മുഹമ്മദ് ഷക്കീൽ, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഇവിടെ കോൾ ചെയ്യാം, നമുക്ക് ഇരിക്കാം. ഡോൺ വറി, ലെറ്റ്സ് സോർട്ട് ഇറ്റ്. ഫേസ് ആണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിൽ അതിലൊരു ടെക്നിക്ക് ഉണ്ട്. ലെറ്റ്സ് സോൾവ് ഇറ്റ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ക്ലാസ് എടുക്കാം. താങ്ക് യു.